രാത്രിയുടെ മനോഹാരിതയിൽ കുളിച്ചു നിൽക്കുന്ന ബാംഗ്ലൂർ നഗരം. നഗരത്തിൻ്റെ കുറേ ദൂരം മാറി ഒരു വിജനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ലാറ്റ്. സമയം രാത്രി 12 മണി. ദൈവമേ, ഇതെന്തൊരു മഴയാണ്! ഹോ, കൂടെ ഇടിയും മിന്നലും, നാശം! പുറത്ത് ഇരമ്പി വരുന്ന മഴയെ പ്രാഗിക്കൊണ്ട് ഫ്ലാറ്റിൻ്റെ ഗേറ്റ് അടയ്ക്കുന്ന സെക്യൂരിറ്റി തോമസ്. എത്ര നാളുകൾ കൊണ്ട് ഞാനിവിടെ കാവൽക്കാരനായി നിൽക്കുന്നു, എന്നിട്ടോ ശമ്പളം നക്കാപ്പിച്ച്. ഇതെന്താ, ഞാനിവിടുത്തെ അടിമ വല്ലതുമാണോ? ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയ്ക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഇത് ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി തോമസ്. വർഷങ്ങളായി പല സെക്യൂരിറ്റിമാരെയും ഇവിടെ നിയമിച്ചു. പലർക്കും അധിക നാളുകൾ ഒന്നും തുടരാൻ സാധിച്ചില്ല. ഒന്നാമത്തെ പ്രശ്നം തുച്ഛമായി കൊടുക്കുന്ന ശമ്പളം. എന്നാൽ മറ്റൊരു പ്രശ്നം ഫ്ലാറ്റിൻ്റെ 13-ാം നമ്പർ മുറി. പക്ഷേ എല്ലാവരും അതൊന്നും വിശ്വസിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ് എല്ലാവരും പുച്ഛിക്കുന്നു. എന്നാൽ ഫ്ലാറ്റിലെ ചില ആളുകൾക്കും സെക്യൂരിറ്റിമാർക്കും ക്ലീനേഴ്സിനും ആ മുറിയുടെ അടുത്ത് എന്തൊക്കെയോ അനുഭവപ്പെട്ട പോലെ പറഞ്ഞിരുന്നു. പുതിയതായി എത്തുന്ന സെക്യൂരിറ്റിമാരെല്ലാം ഈ കഥ വിശ്വസിച്ച് ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത്. മോശം ശമ്പളം കാരണവും ഇത്തരം കഥകൾ നിമിത്തവും എല്ലാവരും ജോലി രാജിവെച്ച് പോകുന്നു. പക്ഷേ ഇവിടെ തോമസ് ഒരു അവിശ്വാസിയും അല്പം ധൈര്യശാലിയുമായ സെക്യൂരിറ്റിയാണ്. അദ്ദേഹത്തിന് ഇത്തരം കഥകൾ പേടിയില്ല. പക്ഷേ ശമ്പളം വളരെ കുറവാണെന്നത് മാത്രമാണ് സങ്കടം. അല്ല സിന്ധു, നിങ്ങളെങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ട് പോകുന്നു. അതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? ആ 13-ാം നമ്പർ മുറിയിൽ എന്തൊക്കെയോ കണ്ടതുപോലെയെന്ന് നമ്മുടെ ജുവൽ പറഞ്ഞു. എന്ത് കണ്ടെന്ന്? അറിയില്ല സാർ. അവിടെ പോകുന്നത് അപകടമാണ്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയല്ലേ. ഞാൻ വീട്ടിൽ പോകുക. ഇപ്പോൾ ബാക്കിയുള്ളവരും പോകും. ഞാനിനി 3-4 ദിവസം കഴിഞ്ഞ് വരാം. നിങ്ങൾക്കൊക്കെ വട്ടാണോ? അവിടെ കുന്തം ഒന്നുമില്ല. ഞാൻ വന്ന സമയം അവിടെ പോയി നോക്കിയതാ. എല്ലാം നിങ്ങളുടെയൊക്കെ തോന്നല. എൻ്റെ തോമസ് സാറേ, വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ തർക്കിക്കാനില്ല. ഞാൻ പോട്ടെ. ഇപ്പോൾ ചെന്നാൽ വല്ല വണ്ടിയും കിട്ടും. അത്രയും പറഞ്ഞുകൊണ്ട് സിന്ധു ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇത് സിന്ധു, ഫ്ലാറ്റിലെ ക്ലീനേഴ്സിൽ ഒരാൾ. ഈ ഫ്ലാറ്റിൽ വന്ന സമയം മുതൽ ഓരോരുത്തരും പറയുന്ന കഥകൾ വിശ്വസിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുപോയി. കൂടെയുള്ള സുഹൃത്തുക്കളിൽ ചിലർ ആ മുറിയുടെ കഥ പറഞ്ഞത് അവൾക്ക് കൂടുതൽ ഭയം തന്നെ ചെലുത്തി. ഫ്ലാറ്റിൽ മറ്റുള്ള നിലകളിൽ താമസിക്കുന്ന ചില ആളുകൾ കണ്ട കാഴ്ചകൾ, അനുഭവങ്ങളൊക്കെ അവർ കേട്ടിരുന്നു. ഇതുവരെ അവിടെ അവർ ചെന്നിട്ടില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷേ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വാദിക്കുന്നു. 15 നിലയുള്ള ആ ഫ്ലാറ്റിലെ 2-ാമത്തെ നിലയിലെ 13-ാം നമ്പർ മുറി അത്രയും ഭീകരത നിറഞ്ഞതാണെന്ന് ഫ്ലാറ്റിൽ ചിലരെങ്കിലും വിശ്വസിച്ചു. അതുകൊണ്ട് മറ്റുള്ള നിലയിലെ ആളുകൾ അവിടെ ഭീതിയോടെ താമസിക്കുന്നു. ചിലർ ആ നിലയിൽ താമസിക്കാൻ പോയിട്ട് എന്തൊക്കെയോ അനുഭവങ്ങൾ നേരിട്ടു. അതിനാൽ തന്നെ അവിടെ എന്തോ ഉണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ പൊന്നു, ഇങ്ങനെ കുറേ ജോലിക്കാർ, എല്ലാം പേടിത്തൊണ്ടികൾ മാത്രം. ഞാൻ അവിടെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. തോമസ് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മാനേജർമാരെല്ലാം അവിടെ എന്തോ മീറ്റിങ്ങിലായിരുന്നു. അവരെ അഭിവാദ്യം ചെയ്ത് അകത്തേക്ക് കയറിയ അദ്ദേഹം മറ്റുള്ള ക്ലീനേഴ്സ് വരുന്നത് കണ്ടു. കൂട്ടത്തിൽ ജുവൽ എന്ന സ്ത്രീ. തോമസ് സാർ, എങ്ങോട്ടാ? ഞാൻ വെറുതെ ഒന്നങ്ങോട്ട് പോകാൻ. എവിടെ പോയാലും ആ മുറിയുടെ അടുത്തേക്ക് പോകരുത്. നിങ്ങൾ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ പൊക്കൂ. എൻ്റെ ഇഷ്ടമാണ് എങ്ങോട്ട് പോകണമെന്നുള്ളത്. സാർ, അവിടെ അപകടമാണ്. പ്ലീസ് പോകരുത്. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? കോപത്തോടെ ജുവൽ അവിടെ നിന്ന് പോയി. പിന്നാലെ തോമസിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരും. തോമസ് മെല്ലെ നടന്നു. ആദ്യത്തെ ലിഫ്റ്റിൽ കയറി 1-ാമത്തെ നിലയിലെത്തി. എല്ലാവരും ഉറക്കമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അദ്ദേഹം നേരെ 2-ാം നമ്പറിലേക്ക് പ്രസ് ചെയ്തു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം 2-ാമത്തെ നിലയിൽ എത്തിച്ചേർന്നു. ലിഫ്റ്റിൽ നിന്നിറങ്ങി അദ്ദേഹം ആ നിലയിലൂടെ നടന്നു. ആകപ്പാടെ ഭീകരമായ അന്തരീക്ഷം. റെഡ് ബൾബുകളുടെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. ചുറ്റും ഓരോ മുറികൾ.
അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ റൂം നമ്പർ 13 തിരിഞ്ഞു. റൂം നമ്പർ 13. എല്ലാ മുറികളും ഓപ്പൺ ആണെങ്കിലും 13-ാം നമ്പർ മുറി മാത്രം അവിടെ ലോക്ക് ചെയ്ത് കിടന്നു. കയ്യിലെ താക്കോൽ കൂട്ടമെടുത്ത് കീ ഹോളിലൂടെ കറക്കി അദ്ദേഹം മുറി മെല്ലെ തുറന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ മുറി തുറക്കപ്പെട്ടു. ആകമാകം അന്ധകാരം മാത്രം. അദ്ദേഹത്തിൻ്റെ ബൂട്ടുകൾ അകത്തേക്ക് പതിച്ചു. കണ്ണുകൾ മുറിയുടെ ചുറ്റും പരതിക്കൊണ്ടിരുന്നു. എല്ലായിടത്തും അലങ്കോലമായി കിടക്കുന്നു. കുറെ നാളായി തുറക്കാതെ കിടക്കുന്ന മുറി. അവിടെ നേരത്തെ താമസിച്ച ആളുകൾ ഭയന്നു പോയെന്ന് കേട്ടിരുന്നു. മാത്രമല്ല, ആളുകളുടെ ഭയം മൂലം ഫ്ലാറ്റിൻ്റെ മാനേജേഴ്സ് ഈ നില ശ്രദ്ധിക്കാതെ പോയി. മാനേജർമാർക്കും ഇതൊക്കെ അറിയാം. അവരും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ തോമസ് മാത്രം ഇതൊക്കെ അവിശ്വസിച്ചു. അകത്തേക്ക് കയറിയ അദ്ദേഹം മൊബൈൽ ഫ്ലാഷ് അടിച്ചു. പെട്ടെന്ന് ഒരു ബുക്ക് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം മെല്ലെ അത് കയ്യിലെടുത്തു. പെട്ടെന്ന് എവിടെ നിന്നോ എത്തിയ ഒരു തണുത്ത കാറ്റ്. ഉടൻ തന്നെ മഴ ശക്തമായി. ചുവന്ന ലൈറ്റുകൾ മിന്നിക്കളിക്കുവാൻ തുടങ്ങി. കാതടപ്പിക്കുന്ന രീതിയിൽ ഇടിമുഴങ്ങി. ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ബുക്ക് നിവർത്തിയ അയാൾ ഓരോ പേജും മറിച്ചുകൊണ്ടിരുന്നു. അതൊരു സ്റ്റോറി ബുക്കായിരുന്നു. ഇംഗ്ലീഷ് സ്റ്റോറി. പെട്ടെന്ന് പേജ് മറിച്ച ശേഷം ബുക്ക് മടക്കി അയാൾ അവിടെ വെച്ച് തിരിഞ്ഞതും മുറിയുടെ വാതിലടഞ്ഞു. ഓപ്പൺ ദ ഡോർ പ്ലീസ്. ആരുമില്ലേ? ഹലോ. അലറി നിലവിളിക്കുന്ന അയാളുടെ പിന്നിൽ വിണ്ടുകീറിയ മുഖത്തോടെ ഒരു പെൺകുട്ടിയും. സമയം രാത്രി 1 മണി. ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്. ഇവിടെ ആരുമില്ലേ? ഹലോ. മനസ്സിൽ ഭയമില്ലാത്ത തോമസിന് ആ സമയം എന്തോ ഒരു പേടി അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഇരമ്പിയെത്തിയ മഴയും അതുവരെയില്ലാത്ത രീതിയിൽ പ്രകൃതിയുടെ മാറ്റങ്ങളും കണ്ട അദ്ദേഹം ഒന്ന് വിറച്ചു. ഞാനെന്തിനാ പേടിക്കുന്നേ? ആരെയാ പേടിക്കുന്നത്? ആ പഴയ തോമസ് തന്നെയാണ് ഞാൻ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറിയിലെ കട്ടിലിലേക്ക് കയറിയിരുന്നു. തൻ്റെ പിന്നാലെ നിന്ന ആ പെൺകുട്ടിയെ അദ്ദേഹം കണ്ടില്ല. ഒരു നിമിഷം എങ്ങും നിശബ്ദത. അദ്ദേഹം കാതോർത്തു. ഇപ്പോൾ മഴയില്ല, ഇടിയും മിന്നലുമില്ല. അദ്ദേഹം മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ ബുക്കെടുത്തതും പിന്നിൽ വലിയ ശബ്ദത്തോടെ ക്യാൻഡിൽ സ്റ്റാൻഡ് വീണതും ഒരുമിച്ചായിരുന്നു. തിരിഞ്ഞു നോക്കിയ അദ്ദേഹം അവിടെ ഒരു ചെറിയ പ്രകാശം കണ്ടു. സ്റ്റാൻഡിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ. പക്ഷേ ബുക്ക് കയ്യിലേക്ക് നിവർത്തിപ്പിടിച്ച അദ്ദേഹം ഓരോ പേജും വായിക്കാൻ തുടങ്ങി. ഒരു ഇംഗ്ലീഷ് സ്റ്റോറി. മൈ മദർ. ഇംഗ്ലീഷ് അക്ഷരം അത്രയ്ക്ക് പിടിയില്ലാത്ത അദ്ദേഹം അതിലുള്ള ചിത്രങ്ങളിലേക്ക് തൻ്റെ കണ്ണോടിച്ചു. ആദ്യത്തെ പേജിൽ മനോഹരമായൊരു വീട്. പിന്നെയുള്ള പേജിൽ കുറെ കുട്ടികളെയും കാണിച്ചിരിക്കുന്നു. ബാക്കിയുള്ള പേജിൽ ചിത്രങ്ങളില്ല. അദ്ദേഹം പുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നിലത്ത് വീണു. നിലത്ത് വീണ ആ ഫോട്ടോ എടുത്ത് അദ്ദേഹം കുറേ നേരം ആ ചിത്രത്തെ നോക്കിക്കൊണ്ടിരുന്നു. അതിലൊരു അമ്മയും മകളും പുഞ്ചിരി തൂകി നിൽക്കുന്ന ചിത്രം. അതിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തോമസ് അത് വായിച്ചു. മൈ സ്വീറ്റ് മാ, മിസ് യു ബൈ റൂബി. അവസാനത്തെ പേജ് അദ്ദേഹം ഉച്ചരിച്ചതും ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. അത് പൊട്ടി ചില്ലുകൾ ചിതറി. പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ തോമസ് മുൻപോട്ട് വന്നപ്പോൾ ചില്ലുകൾ വീണ്ടും യോജിക്കുന്ന പോലെ അതിലെ സുന്ദരിയായ പെൺകുട്ടി അയാളെ നോക്കി പുഞ്ചിരി തൂകുന്ന പോലെ. ചുമരിലെ മറ്റുള്ള ചിത്രങ്ങൾ അദ്ദേഹം നോക്കിക്കൊണ്ട് നടന്നു. ഒരു അമ്മയും മകളും ഒരുമിച്ച് നിൽക്കുന്നു. മകളെ ഒക്കത്തിരുത്തി പുഞ്ചിരിക്കുന്ന, മകളെ കോരിയെടുത്തുകൊണ്ട് ചുംബിക്കുന്ന ആ ചിത്രങ്ങൾ തോമസിൻ്റെ മനസ്സിനെ ആ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി. ചുമരിലേക്ക് ചാരി കണ്ണുകൾ റിലാക്സ് ചെയ്ത് ഒരു നിമിഷം ഓർമ്മകളിലേക്ക് പോയി അദ്ദേഹം. പെട്ടെന്ന് ഒരു പിയാനോ പ്രവർത്തിക്കുന്ന സൗണ്ട് അദ്ദേഹത്തെ ഉണർത്തി. ചുറ്റും നോക്കിയ അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിച്ചില്ല. മുറിയിൽ വെച്ചിരിക്കുന്ന കുറെ മുൻപ് താൻ പുസ്തകം വായിക്കാൻ ഉപയോഗിച്ച എമർജൻസി ലാമ്പ് നിലത്ത് വീണ് ചിതറിക്കിടക്കുന്നു. മൊബൈൽ ഫ്ലാഷ് വീണ്ടും ഓണാക്കി അദ്ദേഹം നോക്കുമ്പോൾ ഒരു മൂലയിൽ ചേർത്ത് വെച്ചിരുന്ന പിയാനോ കണ്ടു. മനോഹരമായ ഒരു പിയാനോ. അവിടെ ബുക്ക്ലെറ്റ് നിവർത്തി വെച്ചിരിക്കുന്നു. പിയാനോ ടേബിളിൻ്റെ അപ്പുറം ആരെയും ആകർഷിക്കുന്ന ഗ്ലാസ് കൊണ്ടുള്ള നിർമ്മിതികൾ.
തോമസ് തൻ്റെ വിരലുകൾ പിയാനോയിൽ തഴുകി. അതിൽ നിന്ന് ചെറിയ സൗണ്ട് കേൾക്കുവാൻ തുടങ്ങി. മെല്ലെ തിരിഞ്ഞതും മനോഹരമായ സംഗീതം അതിൽ നിന്ന് വർഷിച്ചു. ഞെട്ടിപ്പോയ തോമസ് നോക്കുമ്പോൾ ആരോ പിയാനോ വായിക്കുന്നു. ആളാരാണെന്ന് വ്യക്തമല്ല. മൊബൈൽ ഫ്ലാഷ് അങ്ങോട്ടടിച്ചപ്പോൾ ആളെ കാണാനില്ല. പിന്നിൽ എന്തോ അനങ്ങിയ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞതും പിയാനോ വായിക്കുന്നത് പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. ഒരു നിമിഷം വീണ്ടും നിശബ്ദം. കണ്ണുകൾ ആ ഇരുട്ടിലേക്ക് പോയി. നെടുവീർപ്പെട്ട് തിരിഞ്ഞ അയാൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടി. അലർനിലവിളിച്ച അയാൾ ചുമരിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ വീണു. മൊബൈൽ തെറിച്ച് എങ്ങോട്ടോ പോയി. തപ്പിത്തടഞ്ഞുകൊണ്ട് അയാൾ മൊബൈൽ എടുത്തു. സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ഓണാക്കി. പിയാനോ ഇരിക്കുന്ന ഭാഗത്തേക്ക് അടിച്ചു നോക്കി. ഇപ്പോൾ അവിടെയെല്ലാം ശൂന്യം. വാതിൽ പെട്ടെന്ന് തുറന്ന പോലെ ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് അയാൾ കണ്ണോടിച്ചു. മെല്ലെ എഴുന്നേറ്റു. പക്ഷേ ഉള്ളിലെ ഭയം മൂലം അയാൾക്ക് പോകുവാൻ സാധിച്ചില്ല. വാതിലിൻ്റെ അടുത്ത് വീണ്ടും ഒരു പെൺകുട്ടി നിൽക്കുന്ന പോലെ. അയാൾ ഭയത്തോടെ അവിടേക്ക് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരും. മുന്നിലോട്ട് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടി. അവിടെ ആ പെൺകുട്ടി നിന്ന ഭാഗം ശൂന്യം. അനങ്ങാനാവാത്ത വിധം അയാൾ നിന്നുപോയി. പെട്ടെന്ന് പിന്നിലൂടെ വന്ന രണ്ട് കൈകൾ അയാളെ പുറത്തേക്ക് തള്ളിയിട്ടു. നിലത്ത് വീണ അയാൾ നോക്കുമ്പോൾ ആ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. പിടഞ്ഞെഴുന്നേറ്റതും രണ്ടാം നിലയിലെ ആ റെഡ് ബൾബുകൾ അണഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവൻ കിട്ടിയ ആശ്വാസത്തിൽ ഓടി ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. വെപ്രാളപ്പെട്ട് നമ്പർ ഡയൽ ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഭയം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ആ റൂമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പെൺകുട്ടി പ്രത്യക്ഷമായത് പെട്ടെന്നായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ അദ്ദേഹം ചാടിക്കയറി ആദ്യത്തെ ഫ്ലോറിലേക്ക് പ്രസ് ചെയ്തു. ഉടനടി താഴെ എത്തിയതും അയാൾ നിലത്തേക്ക് തളർന്നു വീണു. മാനേജർമാരും അവിടെയുള്ള സെക്യൂരിറ്റിമാരും അദ്ദേഹത്തെ നോക്കി നിന്നു. നിലത്ത് വീണ അദ്ദേഹത്തെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഹേയ് തോമസ്, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, റിലാക്സ്. അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് മാനേജർ ഒരു സോഫയിലേക്കിരുത്തി കുടിക്കാൻ വെള്ളം കൊടുത്തു. ഒന്ന് ആശ്വാസത്തോടെ ഇരുന്ന അയാൾ മുൻപ് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഓർത്തു. തോമസ്, എന്താ ഉണ്ടായത്? താങ്കളാകെ ഡിപ്രസ്ഡ് ആണല്ലോ. എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഓഫീസ് മാനേജറുടെ ചോദ്യം അയാൾക്കൊന്നും പറയാൻ സാധിച്ചില്ല. പക്ഷേ അയാൾ പറഞ്ഞു തുടങ്ങി. ഭയം മൂലം വാക്കുകൾ കിട്ടാൻ പ്രയാസപ്പെട്ടു. സാർ, ഞാൻ അവിടെ മുറിയോ? എവിടെ? 13-ാം നമ്പർ മുറിയിൽ. ഒരു ഞെട്ടലോടെയാണ് ചുറ്റും നിന്നവർ അത് കേട്ടത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ അവിടെ പോകരുത്, അപകടമാണെന്ന്. പിന്നെ? തോമസ് ഉടൻ തന്നെ തളർന്നു വീണു. കണ്ണുകൾ അടഞ്ഞു. നിമിഷനേരം കൊണ്ട് ബോധം നഷ്ടമായി. ആംബുലൻസ് വിളിക്കുക. പെട്ടെന്ന് ആംബുലൻസ് എത്തിച്ചേർന്നു. അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്ലാറ്റിൻ്റെ തന്നെ മെഡിക്കൽ സേവനങ്ങൾ അവിടെയുണ്ട്. ആംബുലൻസ് പോലത്തെ അത്യാവശ്യ സേവനങ്ങളും നിലവിലുണ്ടായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ കുമാർ തോമസിൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് കടന്നുപോയി. ഇറ്റ്സ് ഇമ്പോസിബിൾ. എല്ലാവരും പറയുന്നു ആ മുറി പ്രേതബാധയുള്ളതാണെന്ന്. സത്യമാണോ? ഐ തിങ്ക് ദ റൂം വാസ് മിസ്റ്റീരിയസ്. ഓ ഗോഡ്, സോ ഇറ്റ്സ് പോസിബിൾ. ആ മുറിയുടെ കാര്യങ്ങൾ മാനേജേഴ്സ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. സമയം രാത്രി 3 മണി. 1-ാമത്തെ ഫ്ലോറിലെ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു യുവാവ്. ഹെഡ്സെറ്റിൽ പാട്ടുകൾ കേട്ടുകൊണ്ട് അയാൾ ലിഫ്റ്റിലേക്ക് കയറി. പോകേണ്ട ഫ്ലോർ 5-ാമത്തേതാണ്. പക്ഷേ നമ്പർ പെട്ടെന്ന് തന്നെ മാറി. അതയാൾ അറിയുന്നില്ല. 2-ാമത്തെ നിലയിൽ എത്തിച്ചേർന്നു. ഫ്ലോർ ഇതല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ അതൊന്നും വർക്കാവുന്നില്ല. 2-ാമത്തെ ആ നിലയിലേക്ക് അയാൾ ഇറങ്ങി. പുതിയൊരു താമസക്കാരനായതിനാൽ ഇവിടെയുള്ള അപകടമൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. ഹെഡ്ഫോണിൽ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട് അയാൾ ആ ഫ്ലോറിലൂടെ നടന്നു. റെഡ് ലൈറ്റിൻ്റെ പ്രകാശം മിന്നിത്തുടങ്ങി. പിന്നാലെ അയാളെ പിന്തുടർന്നുകൊണ്ട് ആ പെൺകുട്ടിയും. പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ സമയം ആത്മാക്കൾ ശക്തി ആർജിക്കുമെന്ന്. ഇത് സത്യമാണോ അല്ലയോ
അത് അന്വേഷിക്കേണ്ടതുണ്ട്. ആരും അതിനായി തുനിയാറില്ല. ഹലോ ഡാർലിംഗ്, ഇറ്റ്സ് എ വണ്ടർഫുൾ ഫ്ലോർ. തൻ്റെ കൂട്ടുകാരിയുമായി അയാൾ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ പോലും അയാൾ അറിഞ്ഞിരുന്നില്ല പിന്നാലെ വരുന്നത് അപകടമാണെന്ന്. ഹായ് വിഷ്ണു, ഹൗ ആർ യു? ഫൈൻ ഡിയർ, വാട്ട് അബൌട്ട് യു? നത്തിങ്. ഓ, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്, സൂപ്പർ. പക്ഷേ പെട്ടെന്ന് കോൾ കട്ടായിപ്പോയി. ഹലോ ഹലോ ലൂക്ക. വീണ്ടും ട്രൈ ചെയ്തു, പക്ഷേ കോൾ കണക്റ്റ് ആവുന്നില്ല. ഇടയ്ക്ക് കണക്റ്റായി. ഹായ് ഡിയർ, വാട്ട് ഹാപ്പൻഡ്? സോറി ലൂക്ക, ദ ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് വെരി ബാഡ്. ഓ, ഇറ്റ്സ് ഓക്കെ. മൈ ഗോഡ്, ഹൂ ഇസ് ദിസ്? വിഷ്ണുവിൻ്റെ പിന്നിൽ എന്തോ കണ്ടപ്പോൾ ലൂക്ക നിലവിളിച്ചു. വാട്ട്? അവൻ തിരികെ നോക്കി. ആരുമില്ല. പെട്ടെന്ന് മൊബൈൽ ഫോൺ ഓഫായി. ഷിറ്റ്. ഹലോ ഹലോ. പക്ഷേ അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫായി കഴിഞ്ഞു. നമുക്ക് ഇയാളെ പരിചയപ്പെടാം. ഇത് വിഷ്ണു. സ്വദേശം കേരളത്തിലെ പാലക്കാട് പട്ടാമ്പിയിൽ. വർഷങ്ങളായി അമേരിക്കയിലാണ് വിഷ്ണു. ഇപ്പോൾ ഫാമിലിയായി അവൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിഷ്ണു ഇപ്പോൾ എൻഗേജ്ഡ് ആണ്. അവൻ്റെ ഗുഡ് ബിയാണ് ലൂക്ക, ഓസ്ട്രേലിയൻ യുവതി. വിഷ്ണു ഫ്ലാറ്റിലെത്തിയപ്പോൾ പലപ്പോഴും ഈ ഫ്ലോറിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഒരു അനുഭവം പോലും അവനിതുവരെ ഉണ്ടായിട്ടില്ല. നാട്ടിൽ കൂട്ടുകാരൊക്കെ പ്രേതകഥകൾ പറഞ്ഞിരുന്നു. താൻ അമേരിക്കയിൽ ഹൊറർ പ്ലേസിലൊക്കെ പോയത് വിഷ്ണു അവരോടും പറഞ്ഞിരുന്നു. ഇതിലൊക്കെ വിശ്വാസമുള്ള വിഷ്ണു ഈ ഫ്ലാറ്റിലെ കഥകളൊന്നും അറിഞ്ഞിരുന്നില്ല. പുതിയ വ്യക്തിയായതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുതിയ കൂട്ടുകാരിൽ നിന്ന് അവൻ അറിഞ്ഞു വരുന്നതേയുള്ളൂ. ആദ്യത്തെ ഫ്ലോറിൽ അവനും കുടുംബവുമുണ്ട്. രാത്രിയിൽ ലൂക്കയുമായി സംസാരിക്കാൻ അവൻ പല ഫ്ലോറിലേക്കും പോകാറുണ്ട്. ചില സമയം അവൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ടാമത്തെ ഫ്ലോറിൽ പോകുമ്പോൾ തന്നെ വിലക്കുന്ന മറ്റുള്ള ആളുകളെ. ഒരുപക്ഷെ അപകടത്തിൽ അവൻ പോകാതെ ഇരിക്കാനായിരിക്കും അത്. പതിവ് പോലെ ഇന്നും വിഷ്ണു രണ്ടാമത്തെ ഫ്ലോറിലെത്തി. പക്ഷേ ലിഫ്റ്റിൽ കയറിയപ്പോൾ അവൻ 5ാമത്തെ ഫ്ലോറായിരുന്നു പ്രസ് ചെയ്തത്. കൂട്ടുകാരൊക്കെ അവിടെയാണുള്ളത്. എന്നാൽ ആരോ ഈ ഫ്ലോറിലേക്ക് അവനെ കൊണ്ടുവന്ന പോലെ അവന് തോന്നി. മൊബൈൽ ഫോൺ പെട്ടെന്ന് തന്നെ ഓഫായപ്പോൾ അവന് അത്ഭുതം തോന്നി. ഫുൾ ചാർജ് ആയിരുന്നു. ഒന്നാമത് ഐഫോൺ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലെന്ന് അവൻ മനസ്സിലാക്കി. അവൻ കുറെ മുന്നോട്ടെത്തിയപ്പോഴായിരുന്നു ആ സത്യം മനസ്സിലാക്കുന്നത്. താൻ ഫ്ലോറിലിറങ്ങിയപ്പോൾ മുതൽ തന്നെ ആരോ പിന്തുടരുന്ന രഹസ്യം. ഹെഡ്ഫോൺ വെച്ചിരുന്നതിനാലും ലൂക്കയുമായി സംസാരിക്കുന്നതിനാലും അവനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ പിന്നിലാരോ ഉള്ളത് അപ്പോൾ മുതൽ അവൻ മനസ്സിലാക്കി. ഒരുപക്ഷെ ഈ ഫ്ലോറിലുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അവൻ നോക്കാൻ പോലും പോയില്ല. കുറച്ചു ദൂരം കഴിഞ്ഞ് അവൻ പിന്നിലേക്ക് നോക്കി. മൊത്തം ഒരു വിജനത പോലെ. മുന്നിലേക്ക് നോക്കിയതും ആദ്യമൊന്ന് ഞെട്ടി. ഒരു പെൺകുട്ടി. ഉടൻ തന്നെ അവൾ അപ്രത്യക്ഷയായി. വീണ്ടും അവൻ മുന്നോട്ട് നടന്നു. റെഡ് ബൾബുകൾ ഉടനടി മിന്നിത്തെളിയുവാനായി തുടങ്ങി. അവൻ അതിലേക്ക് നോക്കി നിന്നു. ഇപ്പോൾ അവൻ മിന്നുന്നില്ല. ഇതൊക്കെ തോന്നലായിരിക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞതും അവൻ പിന്നിലോട്ട് തെറിച്ചു വീണു. ആരോ പ്രഹരിച്ച പോലെ. നിലത്ത് വീണയവൻ ചുറ്റും നോക്കി. ആരുമില്ല. ഹെഡ്ഫോൺ അപ്പോഴേക്കും തെറിച്ചു പോയിരുന്നു. അവൻ അതെടുക്കാൻ മുന്നോട്ട് വന്നതും ഹെഡ്ഫോണിൻ്റെ സ്ഥാനത്തൊരു പാവ. അതിൻ്റെ മുഖം രക്തത്തിൽ കുളിച്ചിരുന്നു. ശരീരം ആകപ്പാടെ തുന്നിക്കട്ടിയ പോലെ. അവൻ അതെടുക്കാൻ കൈ നീട്ടി. അതപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരുവിധം അവൻ ഹെഡ്ഫോൺ എടുത്ത് എല്ലാം ജാക്കറ്റിൽ തിരികെ കയറ്റി. ശേഷം ജാക്കറ്റ് ധരിച്ച് പോകാൻ തിരിഞ്ഞു. പക്ഷേ പിന്നിലൂടെ വന്ന ഒരു കൈ അവനെ ഒരു മുറിയിലേക്ക് തള്ളിയിട്ടു. അത് ആ മുറിയായിരുന്നു. 13ാം നമ്പർ മുറി എന്ന പ്രേതമുറി. മുറിയുടെ വാതിലടഞ്ഞു. വിഷ്ണു കതകിൽ കൊട്ടി നിലവിളിച്ചു. അലറി കരയാൻ തുടങ്ങി. മുറിയിൽ ആരോ ഉള്ളതുപോലെ അവന് തോന്നി. അവൻ്റെ പിന്നിൽ ഉടനൊരു പെൺകുട്ടി വന്നു നിന്നു. തിരിഞ്ഞു നോക്കിയ അവൻ അലറി. പക്ഷേ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഡു യു സീ മൈ മോം? അവൻ അവളുടെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി.
ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അവൾ എന്തോ തന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ വലത്തെ കൈ ഒരു ചിത്രത്തിന് നേരെ ചൂണ്ടി. പോക്കറ്റിൽ നിന്നെടുത്ത വേറെ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് അവൻ ഓണാക്കി ആ ചിത്രത്തിൻ്റെ നേരെ പിടിച്ചു. അതിൽ ഒരു അമ്മയും പെൺകുട്ടിയും. അതിൽ നോക്കിക്കൊണ്ടിരുന്ന അവൻ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതും ഭയന്നു പോയി. ആ ചിത്രത്തിൽ മൊത്തം രക്തം പടരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ നോക്കി. ഇപ്പോൾ അവളിൽ നിന്ന് ആ ഭാഗം ശൂന്യം. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടി ജാലകത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ. അവൻ മെല്ലെ മുന്നോട്ട് വന്നു. തിരികെ നിൽക്കുന്ന ആ കുട്ടിയെ സ്പർശിച്ചതും ജാലകം തുറന്നു വന്നതും പെട്ടെന്നായിരുന്നു. അതിലൂടെ വല്ലാത്തൊരു പ്രകാശം അവൻ്റെ മുഖത്തേക്ക് പതിച്ചു. അവൻ കണ്ണുകൾ പൊത്തി. ഇപ്പോൾ എല്ലാം നിശബ്ദമായ പോലെ. അവൻ ജാലകത്തിൻ്റെ നേരെ വന്ന് താഴേക്ക് നോക്കി. ഫ്ലാറ്റിൻ്റെ താഴ്ഭാഗം വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ ജാലകമാണിത്. തുറക്കുമ്പോൾ വളരെ അപകടം. കാരണം അവിടെ കമ്പികളൊന്നുമില്ല. പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ അത് ഓർത്തത്. മറ്റുള്ള മുറിയിലെല്ലാം ജാലകങ്ങൾക്ക് കമ്പികളുണ്ട്. ഗ്ലാസ് ആണെങ്കിലും സുരക്ഷിതമായി കമ്പികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ മാത്രം ഇങ്ങനെ വരാൻ കാരണമെന്ത്? പെട്ടെന്ന് അവൻ പിന്നിൽ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്തേക്ക് ഒരു കൈ വന്ന് വലിയ രീതിയിൽ പ്രഹരിച്ചു. പിന്നിലോട്ട് തെറിച്ച അവൻ ഗ്ലാസ് തകർത്തുകൊണ്ട് നിലത്തേക്ക് വീണു. നിലവിളിയോടെ നിലത്ത് വീണ് കിടന്ന് അവൻ പിടയാൻ തുടങ്ങി. തലപൊട്ടി രക്തം പ്രവഹിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഓടിയെത്തി. ഓ ദൈവമേ, ഇതാരാ? ഓ ഗോഡ്, ഇത് പുതിയ താമസക്കാരനല്ലേ? അതെ, ആണല്ലോ. ഇതെന്താ പറ്റി? ഹേയ് കുട്ടി, മോനെ, കണ്ണു തുറക്ക്. അയ്യോ ഈശ്വര, സാർ വേഗം ആംബുലൻസ് വിളിക്ക്. കുമാർ തോമസിനെ കൊണ്ട് പോയിട്ട് വന്നില്ല സാർ. ഓ, ഇവൻ്റെ ജീവൻ അപകടത്തിലാണ്. വേഗം ബന്ധുക്കളെ അറിയിക്കും. അപ്പോഴാണ് അവർ രക്തം പുരണ്ട ജാക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോൺ എടുത്തത്. വേഗം തന്നെ മാനേജേഴ്സ് ബന്ധുക്കളെ വിളിച്ചു. എല്ലാവരും എത്തിയ ശേഷം അവർ അവരുടെ തന്നെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോയി. കാർ പോയ ശേഷം മാനേജർമാരെല്ലാം മുകളിലേക്ക് നോക്കി. പൊട്ടിച്ചിതറിക്കിടക്കുന്ന ജാലകം കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. ഓ ഗോഡ്, അതേതാ മുറി? സാർ, ആ 13-ാം നമ്പർ മുറി. ആ മറുപടി എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഓടി 2ാമത്തെ നിലയിലെത്തി. 13-ാം നമ്പർ മുറിയുടെ അടുത്തെത്തി. നിമിഷങ്ങൾ കൊണ്ട് വാതിലടഞ്ഞു. വേഗം മുറി തുറക്ക്. സാർ, പറ്റുന്നില്ല, ഇത് ലോക്കാണ്. ഓ ഷിറ്റ്. അമർഷത്തോടെ മാനേജർ ഡോറിലേക്ക് ചവിട്ടി. ശബ്ദം കേട്ട് എല്ലാവരും 2ാമത്തെ നിലയിൽ കൂടി നിന്നിരുന്നു. എന്താ ഉണ്ടായത്? ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? കൂടി നിന്ന ആളുകൾ ഞെട്ടലോടെയാണ് ആ ചോദ്യം ശ്രദ്ധിച്ചത്. ഇല്ല സാർ, പക്ഷേ ജനൽ പൊട്ടുന്ന ശബ്ദം കേട്ടായിരുന്നു എല്ലാവരും ഉണർന്നത്. നോക്കുമ്പോൾ ഒരാൾ താഴെ നിലത്ത് വീണ് പിടയുന്നത് കണ്ടു. എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ആ മാനേജർ താഴേക്കെത്തി. ഉടൻ ഫോൺ റിംഗ് ചെയ്തു. ഹലോ സാർ, ഞാൻ കുമാറാണ്. പറയൂ കുമാർ, തോമസിന് എങ്ങനെയുണ്ട്? അദ്ദേഹം റെസ്റ്റിലാണ്, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനല്ലേ വിഷ്ണു? അതെ, വിഷ്ണു. ആകാംക്ഷയോടെയായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അയാൾ മരണപ്പെട്ടു. മാനേജറുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഫോൺ നിലത്തേക്ക് വീണു. അയാൾ വിറച്ചുകൊണ്ട് സോഫയിലിരുന്നു. സാർ, എന്താ ഉണ്ടായത്? ആരാ വിളിച്ചത്? കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മാനേജർ. കുമാറാണ് വിളിച്ചത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ പയ്യൻ അവനെന്താ? അവൻ മരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഞെട്ടിപ്പോയി. എല്ലാവരും തളർന്നുപോയി. നിമിഷനേരം കൊണ്ട് ഫ്ലാറ്റ് മൊത്തം ഈ വാർത്ത നിറഞ്ഞു. അരുണനുദിക്കുമ്പോൾ അതിലെ പ്രകാശരശ്മികൾ ബാംഗ്ലൂർ നഗരത്തെ മനോഹരമാക്കുന്നു. നഗരത്തിൽ പതിവ് പോലെ തിക്കും തിരക്കും. ഫ്ലാറ്റിലേക്ക് പോലീസ് വാഹനങ്ങൾ എത്തുന്നു. പിന്നാലെ മീഡിയയും. പോലീസ് ജീപ്പ് ഫ്ലാറ്റിലേക്ക് കടന്നു വന്നു. നിരവധി പോലീസുകാർ അകത്തേക്ക് പ്രവേശിച്ചു. SP വീരേന്ദ്രകുമാർ എത്തുന്നു. മാനേജർമാരെല്ലാം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. പോലീസ് 2ാമത്തെ നിലയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നാലെ മീഡിയ.
13 നമ്പർ മുറി എത്തിയതും ആളുകൾ കുറെ ദൂരം മാറി നിന്നു. പോലീസ് മീഡിയയെ അകറ്റി നിർത്തി. വീരേന്ദ്രകുമാർ മുറി തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ ലോക്കാണ്. കീ ഹോളിലൂടെ താക്കോൽ ഉപയോഗിച്ച് തുറന്നു. എങ്കിലും കതക് ജാമായ പോലെ. ഒടുവിൽ കട്ടർ ഉപയോഗിച്ച് പൂട്ടിളക്കി മാറ്റി കതക് മെല്ലെ തുറന്നു. ഇതുവരെ ആരും കാണാത്ത ആ മുറി തുറന്നപ്പോൾ ക്യാമറ ലൈറ്റുകൾ മിന്നി. ദൂരെ നിൽക്കുന്ന ആളുകളെല്ലാം അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അവരെ തടഞ്ഞിരുന്നു. വീരേന്ദ്രകുമാറും സംഘവും അകത്തെ വസ്തുക്കൾ എല്ലാം നിരീക്ഷിച്ചു. അവരുടെ കണ്ണുകൾ ചുമരിലെ ചിത്രങ്ങളിലേക്കും അവിടെ നിലത്ത് വീണ പുസ്തകത്തിലേക്കും എത്തി. പിന്നാലെ ക്യാമറ ഫ്ലാഷ് ആ മുറിയാകെ നിറഞ്ഞുകൊണ്ടിരുന്നു. സർ, വാട്ട് ദിസ്? മുറിയുടെ ഒരു ഭാഗത്ത് കിടന്ന ക്യാമറ എടുത്ത് SP-യുടെ കയ്യിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൊടുത്തു. വീരേന്ദ്രകുമാർ അത് സൂക്ഷിച്ചു നോക്കി. അതിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, പിന്നെ മരണപ്പെട്ട വിഷ്ണുവിൻ്റെ ഫോട്ടോ, കൂടാതെ തന്നെ ഈ മുറിയുടെ എല്ലാ ചിത്രങ്ങളും. വീഡിയോ ക്യാമറയായിരുന്നു അത്. പക്ഷേ അതിലെ ആ വീഡിയോ പ്ലേ ആകുന്നില്ല. മൊത്തം എററായി. അദ്ദേഹം അത് കയ്യിലെടുത്തു. ഇവിടെ സംശയത്തക്ക രീതിയിൽ ഒന്നും കാണുന്നില്ല. സാർ, ഈ മുറി ഒരു ഹോണ്ടഡ് റൂമാണെന്ന് പറയുന്നുണ്ട്. വിഷ്ണു മരണപ്പെട്ടത് ഈ മുറിയിൽ ആ പെൺകുട്ടി കൊലപ്പെടുത്തിയതാണ്. ഹേയ് അല്ല, ഈ മുറി അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ വിഷ്ണു മരണപ്പെട്ട കാരണം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. ഉടൻ തന്നെ അവിടെ ഫോറൻസിക് വിദഗ്ധർ എത്തിച്ചേർന്നു. എല്ലാവരും പുറത്തിറങ്ങി. പരിശോധനയ്ക്ക് ശേഷം അവർ, ഇവിടെ വലിയ രീതിയിലൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വിശദ പരിശോധനയ്ക്ക് ശേഷം അറിയുവാൻ സാധിക്കും. പെട്ടെന്ന് ജനങ്ങളോട് പോലീസ്, നിങ്ങൾ പറയുന്ന പോലെ ചിലപ്പോൾ ഇതൊരു ഹോണ്ടഡ് റൂം ആയിരിക്കാം. എന്നാൽ ഈ ഫ്ലാറ്റിൽ എല്ലാവർക്കും ഈ തോന്നൽ ഇല്ല. അതെന്താ? സാർ, അത് പേടി കൊണ്ടായിരിക്കും, മാനേജർ വ്യക്തമാക്കി. എന്ത് പേടി? ഇതെല്ലാം തോന്നലാണ് മിസ്റ്റർ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തട്ടെ. അങ്ങനെ പോലീസ് മുറി ലോക്ക് ചെയ്തു. അവിടെ മാർക്ക് ചെയ്ത ശേഷം എല്ലാവരും താഴേക്കിറങ്ങി. ഈ സമയം മുറിയുടെ അകത്തിരുന്ന പുസ്തകം പെട്ടെന്ന് നിലത്തേക്ക് വീണു. അകത്ത് പിയാനോ ശബ്ദിക്കാനും തുടങ്ങി. സമയം രാവിലെ 10 മണി. ബാംഗ്ലൂർ നഗരത്തിൻ്റെ മനോഹാരിതയിൽ വീഥികളെല്ലാം നിറഞ്ഞു. ഓരോ ഭാഗത്ത് ടൂറിസ്റ്റുകൾ, ഉദ്യോഗസ്ഥർ, അങ്ങനെ ആൾത്തിരക്കുകൾ വർദ്ധിച്ചു. പാർക്കുകളിലും ഷോപ്പുകളിലും മാളുകളിലും തിരക്ക് കൂടി. റോഡുകളിൽ വാഹനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു. സ്ഥലം ബാംഗ്ലൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ റൂം നമ്പർ 4-ലാണ് തോമസിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മൊഴിയെടുക്കാൻ അവിടെ എത്തിയ SP വീരേന്ദ്രകുമാറാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ് സാർ. ഡോക്ടർ, ഞങ്ങൾക്ക് മിസ്റ്റർ തോമസിൽ നിന്ന് കുറച്ച് മൊഴിയെടുക്കാനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥിതി എങ്ങനെ? ഡോണ്ട് വറി, അദ്ദേഹം റെസ്റ്റിലാണ്. കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വീരേന്ദ്രകുമാർ റൂമിലേക്കെത്തി. അദ്ദേഹത്തെ കണ്ടപാടെ തോമസ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തോമസ്, എഴുന്നേൽക്കണ്ട, കിടന്നോ. സാർ, മിസ്റ്റർ തോമസിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. താങ്കൾക്ക് പറയാൻ സാധിക്കും? തീർച്ചയായും സാർ, ചോദിച്ചോളൂ. വേറെ ഒന്നുമല്ല, ഫ്ലാറ്റിൽ എന്താണ് നടന്നത്? അവിടെ താങ്കളെ ഭയപ്പെടുത്തിയത് ഒരു ഗോസ്റ്റാണോ? തോമസ് ആദ്യമൊന്നും സംസാരിച്ചില്ല. റിലാക്സ് തോമസ്, ഒന്ന് റിലാക്സായി ശ്വാസം എടുത്ത ശേഷം പറയൂ. സർ, ശരിക്കും ആ മുറിയിൽ ഞാനൊരു പ്രേതത്തെ തന്നെയാണ് കണ്ടത്. അതും ഒരു പെൺകുട്ടി. തോമസ്, അതെനിക്കറിയാം, അവിടെ പ്രേതമുണ്ടെന്നൊക്കെ. പക്ഷേ ഞാൻ പൂർണ്ണമായും അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ വിഷ്ണുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയാൽ മാത്രമേ സത്യം തെളിയുകയുള്ളൂ. തോമസ് ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ഓർക്കുന്നത് സാർ. കാരണം ആ പെൺകുട്ടി ഒരിക്കലും അങ്ങനെ വിഷ്ണുവിനെ കൊല്ലില്ല. അതായത് പ്രേതമാണെങ്കിൽ പോലും ഇങ്ങനെ പ്രതികാരം ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. മനുഷ്യൻ തന്നെയല്ലേ സാർ ഈ പ്രേതം? വീരേന്ദ്രകുമാർ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ താങ്കൾ ആ മുറിയിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ചല്ലേ താഴെ എത്തിയത്?
അതിപ്പോൾ ഓർക്കുന്നുണ്ടോ? തോമസ് പഴയ ആ സ്വപ്നം ഓർത്തു. എല്ലാമൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലെത്തിയില്ല. പക്ഷേ ചിലത് മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. സർ, കുറച്ച് ചിത്രങ്ങൾ, ഒരു പെൺകുട്ടി, പുസ്തകം, പിയാനോ, ഇതൊക്കെ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്, അത് ഓർമ്മയുണ്ടോ? ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് തോമസ് പറഞ്ഞു. ആ, ഓർക്കുന്നുണ്ട്, പറയാം സാർ. അന്ന് ഞാൻ രണ്ടാമത്തെ നിലയിലെത്തിയതും റെഡ് ബൾബുകളൊക്കെ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നു. 13-ാം നമ്പർ മുറിയിൽ ഞാൻ കയറി. പിന്നെ അവിടെ പുസ്തകം കണ്ടു. അത് വായിച്ചു നോക്കി. ഇംഗ്ലീഷായിരുന്നു, ഒന്നും മനസ്സിലായില്ല. പക്ഷേ ചിത്രങ്ങൾ മാത്രം മനസ്സിലോർത്തു. അപ്പോഴാണ് ഒരു പെൺകുട്ടി കൈ ചൂണ്ടി ചിത്രം കാണിച്ചത്. അതിലൊരു അമ്മയും പെൺകുട്ടിയും ആയിരുന്നു. പിന്നെ പിയാനോ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ ആരോ തള്ളി പുറത്തേക്കിട്ടു. ശേഷം ഓടി ഞാൻ ലിഫ്റ്റിൽ കയറി താഴെ എത്തി. ഒറ്റ ശ്വാസത്തോടെയായിരുന്നു ഇതൊക്കെ തോമസ് പറഞ്ഞത്. ഉടൻ വീരേന്ദ്രകുമാർ എഴുന്നേറ്റു. ഓക്കെ, നന്ദി മിസ്റ്റർ തോമസ്. താങ്കൾ ഇന്ന് ഡിസ്ചാർജ് ആകില്ലേ? അതെ സാർ. ഓക്കെ, ഗുഡ്. അങ്ങനെ തോമസിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് വീരേന്ദ്രകുമാർ പുറത്തേക്കിറങ്ങി. കൂടെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട്, സർ, ഈ പറയുന്ന പോലെ ആ പ്രേതമാണോ അപ്പോൾ അവിടെ? ഏയ്, ഒരിക്കലുമല്ല. ഒന്നുകിൽ തോമസിൻ്റെ തോന്നലായിരിക്കും ഇത്, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരം നിർത്തിയ വീരേന്ദ്രകുമാറിനെ മറ്റുള്ള പോലീസുകാർ നോക്കി. അവിടെ എന്തോ ഒരു കളി നടക്കുന്നുണ്ട്. കാരണം വെറും ഒരു ആത്മാവിന് ഇങ്ങനെ പ്രതികാരം വീട്ടേണ്ട ആവശ്യം ഒരിക്കലുമില്ല. സോ ഇറ്റ്സ് എ മർഡർ. മർഡർ? മറ്റുള്ളവർ ഞെട്ടിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയ ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജീപ്പിൽ കയറിയ വീരേന്ദ്രകുമാറിന് ഉടൻ ഫോൺ കോൾ എത്തി. ഹലോ മിസ്റ്റർ വീരേന്ദ്രകുമാർ. ഹേയ്, ആരാ ഇത്? മനസ്സിലായില്ലേ? ഇല്ലല്ലോ, നിങ്ങൾ ആരാ? ഈ ശബ്ദം ഒട്ടും പിടിയില്ലേ? ഹലോ മിസ്റ്റർ, കളിക്കാതെ ആരാണെന്ന് പറയും. ഓക്കെ, എടാ കള്ളക്കുമാറേ, ഞാൻ സിദ്ധുവാണെടാ. ഹേയ്, പ്ലീസ് സ്റ്റോപ്പ്, വീരേന്ദ്രകുമാർ ജീപ്പ് ഡ്രൈവറോട് പറഞ്ഞു. ആരാ? എടോ സിദ്ധാർത്ഥ്, നിന്റെ സിദ്ധു, പഴയ പ്രേതക്കൂട്ടുകാരൻ. ആ സിദ്ധു, സോറിടാ, എത്ര നാളായി? സുഖമാണോ നിനക്ക്? എവിടെയുണ്ട് നീ? സുഖം, ഞാൻ ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ ഞാൻ പാരാനോർമൽ റിസർച്ചിൽ സ്റ്റഡി ചെയ്യുന്നു. എപ്പോഴും അത് നീ പറഞ്ഞിട്ടില്ലേ? ജീപ്പ് എടുക്കാൻ ആക്ഷൻ കാണിച്ചുകൊണ്ട് വീരേന്ദ്രകുമാർ പറഞ്ഞു. അങ്ങനെ സംസാരം തുടർന്നു. നീ ബാംഗ്ലൂരിൽ എവിടെയുണ്ട്? എടാ, ഞാൻ നന്ദി ഹിൽസിലുണ്ട്. ഇവിടെ ഒരു ഹോണ്ടഡ് സ്റ്റഡി നടത്തുന്നു. ഓക്കെ, ഒരു ഹോണ്ടഡ് ടാസ്ക് ഞാൻ തരാം നിനക്ക്. ഇവിടെ സ്റ്റേഷനിലൊന്ന് വരുമോ നീ? ഓക്കേടാ, വരാം, വൈകിട്ടെത്താം. ഓക്കെ ഡിയർ, ബൈ. കോൾ കട്ട് ചെയ്തുകൊണ്ട് വീരേന്ദ്രകുമാർ ഫോൺ പോക്കറ്റിൽ വെച്ചു. സർ, ആരാ അത്? അതെൻ്റെ ഒരു പഴയ സുഹൃത്ത്. ആണോ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവരിപ്പോൾ പാരാനോർമൽ റിസർച്ചിൽ സ്റ്റഡി ചെയ്യുന്നു. അതെയോ? അപ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? അത് സാധിക്കും, പക്ഷേ അവൻ വന്നാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ. അതെന്താ? അവൻ ബാംഗ്ലൂർ നന്ദി ഹിൽസിൽ ഇപ്പോൾ ഒരു ഹോണ്ടഡ് സ്റ്റഡി നടത്തുന്നു. അതെപ്പോൾ അവസാനിക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇദ്ദേഹം വന്നാൽ സത്യമൊക്കെ തെളിയുമെന്ന് സാറിന് ഉറപ്പുണ്ടോ? ഉണ്ട്. കാരണം പണ്ട് മുതൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ അവൻ ശ്രമിച്ചിരുന്നു. അവൻ്റെ ആത്മവിശ്വാസം കൊണ്ട് അങ്ങനെയെല്ലാം അവൻ നേടിയെടുക്കാൻ സാധിച്ചു. കഠിന പ്രയത്നം ചെയ്യുന്ന ആളായിരുന്നു സിദ്ധു. അവൻ എന്നെപ്പോലെ IPS ടെസ്റ്റൊക്കെ എഴുതി. പക്ഷേ അവനൊരു സാധാരണക്കാരനാണ്. പണത്തിൻ്റെ പ്രശ്നം മൂലം ആ പാവത്തിന് എന്നെപ്പോലെ എത്താൻ സാധിച്ചില്ല. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവൻ. അമ്മയും പെങ്ങളും പിന്നെ ഒരു അനിയത്തിക്കുട്ടിയുമുണ്ട്. അച്ഛൻ കുറേ നാളുകൾക്ക് മുൻപ് മരിച്ചു പോയിരുന്നു. ഓ ഗോഡ്, എന്തായാലും ഇപ്പോൾ മനസ്സിലായി സാർ, അദ്ദേഹം ഈ സത്യമെല്ലാം കണ്ടെത്തുമെന്ന്. അനുഭവങ്ങളാണല്ലോ ആരുടെയും ഗുരു. സമയം കടന്നുപോയി. ജീപ്പ് തിരക്കേറിയ റോഡിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു. സമയം ഉച്ചയ്ക്ക് 12 മണി.
SP വീരേന്ദ്രകുമാറിൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി. സർ, അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു. സർ, ഒരാൾ കാണാനെത്തിയിരിക്കുന്നു. പേര് സിദ്ധാർത്ഥ് എന്നാണ്. അതെയോ, വരാൻ പറയൂ. വീരേന്ദ്രകുമാറിൻ്റെ മുഖം തെളിഞ്ഞു. അദ്ദേഹം തൻ്റെ സീറ്റിൽ കാത്തിരുന്നു, പഴയ സുഹൃത്തിനെ കാണുവാൻ. ഉടൻ വാതിൽക്കൽ ഒരാൾ. ഹലോ മിസ്റ്റർ വീരേന്ദ്രകുമാർ. ഹായ് സിദ്ധു. അകത്തേക്ക് വരാമോടെ? അതിനെന്താ, വരൂ. സിദ്ധാർത്ഥിനെ പുണർന്നുകൊണ്ട് വീരേന്ദ്രകുമാർ ചോദിച്ചു. സുഖമാണോ നിനക്ക്? അതെ, നിനക്കോ? സുഖം. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ജോലിയെല്ലാം അങ്ങനെ പോകുന്നു. വാ, ഇരിക്ക്. വീരേന്ദ്രകുമാർ ഫോണിലൊരു കോഫി ഓർഡർ ചെയ്തു. പിന്നെ പറ, എന്തുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. നീ എന്താ അത്യാവശ്യമായി കാണണമെന്നൊക്കെ പറഞ്ഞത്? അതെല്ലാം പറയാം. വീരേന്ദ്രകുമാർ സ്റ്റേഷനിലെ മറ്റുള്ള പോലീസുകാരോടായി പറഞ്ഞു. ഒഫീഷ്യൽ കേസുകൾ, പരാതിയൊക്കെ വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ മീറ്റിംഗ് നാളെ മതി. ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി അന്വേഷിക്കാം. എല്ലാവരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ കാറിൽ അവർ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്ത ശേഷം അവർ സംസാരിക്കാൻ തുടങ്ങി. എന്താ വീരേന്ദ്ര പറയാനുള്ളത്? അത്, നീ ഇപ്പോൾ ശരിക്കും നന്ദി ഹിൽസിൽ റിസർച്ച് ചെയ്യുന്നുണ്ടോ? അതെന്താടോ ഒരു വിശ്വാസമില്ലായ്മ? ഏയ്, അങ്ങനെയല്ല. എന്നാലും നിനക്കെന്താ ആവശ്യം, അത് പറ. എടാ, അത് അങ്ങനെ വീരേന്ദ്രകുമാർ ആ കാര്യം വ്യക്തമാക്കി. ഒരു നിമിഷം സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. വീരേന്ദ്രകുമാർ, അത് എന്താ സിദ്ധു? ഇപ്പോഴീ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. സോറിയടാ സിദ്ധു. അത് കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും സോറി വീരേന്ദ്ര, ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കില്ല. അത് പറഞ്ഞ് ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്ത് സിദ്ധാർത്ഥ് പുറത്തേക്കിറങ്ങി. നിനക്ക് വിഷമം കാണും, എന്നാലും ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതിലും ഒരു കാരണമുണ്ട്. നിനക്കത് പിന്നെ മനസ്സിലാകും. അത് പറഞ്ഞ് സിദ്ധാർത്ഥ് കാറിൽ കയറി. കൂടെ വീരേന്ദ്രകുമാറും. സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത ശേഷം അദ്ദേഹത്തെ നോക്കി പുഞ്ചിരി തൂകിയ സിദ്ധാർത്ഥ് കാർ ഓടിച്ചു പോയി. സ്റ്റേഷനിൽ കയറുമ്പോഴും വീരേന്ദ്രകുമാർ അസ്വസ്ഥനായിരുന്നു. തൻ്റെ കൂട്ടുകാരൻ സഹായം തിരസ്കരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു. സമയം രാത്രി 7 മണി. നിസ്സഹായ അവസ്ഥയോടെ സ്റ്റേഷനിലേക്ക് കയറി വന്ന വീരേന്ദ്രകുമാറിനെ മറ്റുള്ള പോലീസുകാർ നോക്കിക്കൊണ്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ സഹ ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, സാർ, എന്തു പറ്റി? വീരേന്ദ്രകുമാർ തല താഴ്ത്തി. പറയൂ സാർ, എന്താ ഉണ്ടായത്? എവിടെ സിദ്ധാർത്ഥ്? സഹപ്രവർത്തകരുടെ ചോദ്യം രൂക്ഷമായപ്പോൾ വീരേന്ദ്രകുമാർ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് പ്ലീസ്, എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. ശല്യപ്പെടുത്തരുത്, എല്ലാം പറയാം. ഓക്കെ സാർ. അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ ഡ്യൂട്ടിയിലേക്ക് പോയി. വീരേന്ദ്രകുമാർ റൂമിലേക്ക് പ്രവേശിച്ചു. വാഷ് ബേസിനിലെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ കൂട്ടുകാരൻ പറഞ്ഞത് മുഴങ്ങിക്കൊണ്ടിരുന്നു. സാർ. പെട്ടെന്ന് ഒരു വെളിമുഴങ്ങിയതും അദ്ദേഹം തിരികെ നോക്കി. സാർ, ക്ഷമിക്കണം ബുദ്ധിമുട്ടിച്ചെങ്കിൽ. ഇറ്റ്സ് ഓക്കെ, എന്താണ് പറയൂ. സാറിനൊരു കോൾ കുറേ നേരം കൊണ്ട് വിളിക്കുന്നു. സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ എടുത്ത് നോക്കിയ അദ്ദേഹം അതെടുത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കുന്നു. ശേഷം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ സാർ. യെസ്, പറയൂ, ആരാ ഇത്? ഓ ഗോഡ്, എൻ്റെ സാറേ, ഞാൻ ഫ്ലാറ്റിലെ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വേഗം എത്തുമോ? എന്താ പ്രശ്നം? അത് വരുമ്പോൾ മനസ്സിലാകും. വേഗം വരൂ സാർ, ഇവിടെയെല്ലാം കുഴപ്പത്തിലാണ്. എത്ര നേരമായി വിളിക്കുന്നു. സോറി, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓക്കെ സാർ, വേഗം വരണേ, ബൈ. കോൾ കട്ട് ചെയ്തുകൊണ്ട് വീരേന്ദ്രകുമാർ റൂമിലേക്ക് പോയി. നിമിഷ നേരം കൊണ്ട് പോലീസ് യൂണിഫോമിൽ ഇറങ്ങി വന്നു. കൂടെ സഹപ്രവർത്തകരും. എന്താ സാർ പ്രശ്നം? ആരാ? ഹേയ്, ഫ്ലാറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പോലും. എന്ത് പ്രശ്നം? അറിയില്ല, പോയി നോക്കട്ടെ. സാർ ഒന്നും പറഞ്ഞില്ല. എന്ത്?
ആകാംക്ഷയോടെ രൂക്ഷമായി നോക്കി വീരേന്ദ്രകുമാർ നിന്നു. അല്ല സിദ്ധാർത്ഥ്, അദ്ദേഹം അവിടെ? ആ ചോദ്യം വീരേന്ദ്രകുമാറിനെ അസ്വസ്ഥമാക്കി. പക്ഷേ എല്ലാവരും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഉടൻ അദ്ദേഹം പറഞ്ഞു, ലുക്ക്, ഇവിടെ ആ കാര്യം ഇനി പറയരുത്. അവരെന്നെ സഹായിക്കില്ല, അതുമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനിയൊന്നും ചോദിക്കരുത് പ്ലീസ്. ആരും ഒന്നും മിണ്ടിയില്ല. ഓക്കെ, പോകാം. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീപ്പിൽ കയറി. മറ്റുള്ള പോലീസുകാർ അദ്ദേഹത്തെ നോക്കി നിന്നു. ഫ്ലാറ്റിലേക്ക് കടന്നു ചെല്ലുന്ന പോലീസ് ജീപ്പ് വീരേന്ദ്രകുമാറും സംഘവും ഇറങ്ങുന്നു. അപ്പോഴേക്കും മാനേജരും ഫ്ലാറ്റിലെ ആളുകളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും നന്നായി ഭയപ്പെട്ടിട്ടുണ്ട്. എന്താ ഉണ്ടായത്? ആകാംക്ഷയോടെ വീരേന്ദ്രകുമാർ ചോദിച്ചു. സാർ, ആ മുറിയിലാരോ എന്തോ, അവിടെ എന്തൊക്കെയോ ഉണ്ട് സാർ. അത് പറഞ്ഞ് കഴിയുന്നതിന് മുൻപ് തുറന്നു കിടന്ന 13-ാം നമ്പർ മുറിയുടെ ജാലകം അടഞ്ഞു. എല്ലാവരും മുകളിലേക്ക് ഭയത്തോടെ നോക്കി. കം. പടിക്കെട്ടുകൾ വേഗം ഓടിക്കടന്നുകൊണ്ട് വീരേന്ദ്രകുമാർ 2-ാം നിലയിലേക്കെത്തി. നേരെ ഓടിയെത്തിയത് ആ മുറിയുടെ അടുത്തേക്കായിരുന്നു. അകത്തെല്ലാം എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ. മുറി ലോക്കായിരുന്നു. കതകിൽ ആഞ്ഞു മുട്ടിയിട്ടും ആരും പ്രതികരിക്കുന്നില്ല. അകത്തെ ശബ്ദം നിശബ്ദമായി. കുറെ നേരം അവിടെ കാത്തുനിന്ന് വീരേന്ദ്രകുമാർ ഉൾപ്പെടെ എല്ലാവരും തളർന്നു. എല്ലാവരോടുമായി അദ്ദേഹം, ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, ആരും പേടിക്കരുത്. പക്ഷേ സാർ, അതെങ്ങനെ പറയാൻ സാധിക്കും? ശരിക്കും അവിടെ എന്തോ ഉണ്ട്. ഇത്രയും നേരം ശബ്ദം കേട്ടതല്ലേ? അത് ഒന്നും പറയാൻ സാധിക്കാത്ത വിധം വീരേന്ദ്രകുമാർ നിശബ്ദനായി. പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞതും വാതിൽ തുറന്നു വന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അകത്തുനിന്ന് ഒരു നിഴൽ രൂപം അവരുടെ നേരെ വരാൻ തുടങ്ങി. ആളുകൾ ഭയന്നു. പോലീസ് പോലും അവിടെ നിന്ന് മാറി. പക്ഷേ ആ രൂപം ഒരു മനുഷ്യരൂപമായിരുന്നു. അയാളുടെ മുഖം വളരെ വിളറിയ പോലെ. പിന്നിൽ ആരോ അയാളെ പിടിച്ചിട്ടുണ്ട്. വീരേന്ദ്രകുമാറിന് മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ആ മനുഷ്യന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആളെ അദ്ദേഹം തുറച്ചു നോക്കി നിന്നു. മുന്നിലേക്കെത്തിയ അദ്ദേഹം പുഞ്ചിരി തൂകി. പ്രതീക്ഷിക്കാത്ത 2 അതിഥികളെ കണ്ട് അവിടെയുള്ളവരും ഞെട്ടി. പക്ഷേ അതിൽ ഒരാൾ, അതെ, അത് സിദ്ധു ആയിരുന്നു, വീരേന്ദ്രകുമാറിന്റെ കൂട്ടുകാരൻ. കണ്ടപാടെ സിദ്ധുവിനെ അദ്ദേഹം പുണർന്നു. സിദ്ധു, നീ? പുഞ്ചിരിയോടെ അടുത്തേക്ക് വന്ന സിദ്ധു, ഞാൻ തന്നെ വീരേന്ദ്ര. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ പുഞ്ചിരി സിദ്ധുവിൽ നിന്ന് മാറി. അയാളുടെ മുഖം ക്രോധത്തിലായി. അടുത്തു നിൽക്കുന്ന ആളെ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അതെ, ഒന്നും വിശ്വസിക്കാൻ സാധിക്കില്ല വീരേന്ദ്ര. കാരണം ആരും വിശ്വസിക്കാത്ത രീതിയിൽ പലതും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ മുഖം അമർഷം കൊള്ളുന്നത് വീരേന്ദ്രകുമാർ ശ്രദ്ധിച്ചു. ഈ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ആരും പേടിക്കണ്ട, ഇതെൻ്റെ കൂട്ടുകാരൻ സിദ്ധാർത്ഥാണ്, ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. ഇദ്ദേഹം കുറേ നാളായി നന്ദി ഹിൽസിൽ റിസർച്ച് ആയിരുന്നു. ഞാനാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. പുതിയ അതിഥിയെക്കുറിച്ച് അറിഞ്ഞതും എല്ലാവരും ഹസ്തദാനം ചെയ്തു. എല്ലാവരും പോകാൻ തുടങ്ങി. പക്ഷേ സിദ്ധു ഉടൻ പറഞ്ഞു, ആരും പോകരുത്. നിങ്ങൾ ചില സത്യങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. താൻ പിടിച്ചിരിക്കുന്ന ആളെ മുന്നിലേക്ക് തള്ളിയിട്ടുകൊണ്ട് സിദ്ധു അലമുറയിട്ടു. എല്ലാം ഇവൻ തന്നെ പറയും. എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് പോയി. വീരേന്ദ്രകുമാറും പോലീസുകാരുമെല്ലാം ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിന്നു. നീ പറയണ്ട, എല്ലാം ഞാൻ തന്നെ പറയാം. അതും പറഞ്ഞുകൊണ്ട് സിദ്ധു താഴെ കിടക്കുന്ന ആളെ ചവിട്ടി. അയാൾ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് വീരേന്ദ്രകുമാർ പറഞ്ഞു, സിദ്ധു, എന്താ ഇത്? നിർത്താനല്ലേ പറഞ്ഞത്? വീരേന്ദ്ര, എന്താണ് നിനക്ക് അറിയേണ്ടത്? കുന്തം. നിനക്ക് എന്താ സിദ്ധു, ഭ്രാന്താണോ? കുറെ മുൻപ് ഒരു സഹായം ചോദിച്ചപ്പോൾ എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ഞാൻ പ്രതീക്ഷിക്കാതെ ഈ ഫ്ലാറ്റിൽ നീ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? എല്ലാം പറ. വീരേന്ദ്രകുമാർ അസ്വസ്ഥനായി മാറിയത് മനസ്സിലാക്കിയ സിദ്ധു പറഞ്ഞു, വീരേന്ദ്ര, കാര്യമെല്ലാം ഞാൻ വിശദമായി പറയാം. പക്ഷേ അതിനു മുൻപ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞതും നിമിഷ നേരം കൊണ്ട് ഫ്ലാറ്റിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ കടന്നു വന്നു. വന്നപാടെ അദ്ദേഹം സിദ്ധുവിനെ സല്യൂട്ട് ചെയ്തു. കയ്യിലിരുന്ന റിപ്പോർട്ട് എടുത്ത് അദ്ദേഹം
ഫയൽ ചെയ്ത ആ റിപ്പോർട്ട് വീരേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു. ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ വീരേന്ദ്രകുമാർ പേജുകൾ മറിച്ചു നോക്കി. ഇതെന്താ? എവിടെ റിപ്പോർട്ട്? വെപ്രാളത്തോടെ വീരേന്ദ്രകുമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. സോറി മിസ്റ്റർ വീരേന്ദ്രകുമാർ, റിപ്പോർട്ട് താങ്കളെ കാണിക്കുന്നതിന് മുൻപ് കാര്യങ്ങൾ വ്യക്തമാക്കാം. വീരേന്ദ്രകുമാർ അത് കേട്ട് കോപത്തോടെ പറഞ്ഞു. ഷട്ടപ്പ്! നീയാരാ? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒരു പ്രേത ഗവേഷകന് ഒരിക്കലും നിയമമില്ല. അതിന് ഞങ്ങൾ പോലീസുകാരുണ്ട് സിദ്ധു. കാര്യം നമ്മൾ കൂട്ടുകാർ തന്നെ. പക്ഷേ ഇത്രയും പ്രധാന കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം നീ കൈകടത്തുന്നത് നിയമവിരുദ്ധമാണ്. അതിനെനിക്ക് അവകാശമുണ്ട് വീരേന്ദ്ര. വീരേന്ദ്രകുമാറിൻ്റെ മുഷ്ടികൾ കോപം കൊണ്ട് മുറുകി. സ്റ്റോപ്പ് ഇറ്റ്, ഗോ. ഇനി നീ ഇവിടെ വേണ്ട, പോ. അദ്ദേഹം ഉറക്കെ ഇലറി. പക്ഷേ പുഞ്ചിരിയോടെ സിദ്ധു അടുത്തേക്ക് വന്നു. അവൻ്റെ കൈകൾ വീരേന്ദ്രകുമാറിൻ്റെ തോളിൽ വെച്ചു. കോപത്തോടെ വീരേന്ദ്രൻ കൈകൾ തട്ടിമാറ്റി. ഒരു പോലീസുകാരനോട് അപമര്യാദയായി പെരുമാറുന്നോടാ. അത് പറഞ്ഞ് വീരേന്ദ്രകുമാർ കൈകൾ ഉയർത്തിയതും ഉറക്കെ സിദ്ധു പറഞ്ഞു, ഐ ആം സിദ്ധാർത്ഥ് ശങ്കർ ഫ്രം CBI. ഉയർത്തിയ കൈകൾ പെട്ടെന്ന് പിൻവലിച്ച് വീരേന്ദ്രൻ അത്ഭുതം കൊണ്ട് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പുഞ്ചിരിയോടെ അവൻ തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സിദ്ധാർത്ഥ് ശങ്കർ. വിശ്വാസം വരാതെ വീരേന്ദ്രകുമാർ നോക്കുമ്പോൾ സിദ്ധു പറയാൻ തുടങ്ങി, ഞാൻ ആരാണെന്ന് നിന്നോട് പറയാതെ പോയത് നിന്റെ ഡ്യൂട്ടികൾ നടക്കാൻ തന്നെയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത് ആരുടെയോ കൈകൾ തന്നെയാണെന്ന്. ഞാനൊരു പ്രേത ഗവേഷകനാണ്, എങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്ററുമാണ്, ഒരു CBI ഉദ്യോഗസ്ഥൻ. ബാംഗ്ലൂരിൽ നീ പോലും അറിയാതെ ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് ക്രിമിനൽ കേസുകൾ അന്വേഷിച്ചു, കൂടെ ഹൊറർ ഇൻവെസ്റ്റിഗേഷനുകളും. നെഗറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ ഓരോ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. ചില സ്ഥലങ്ങളിൽ പിടികിട്ടാത്ത ദുരൂഹതയുണ്ട്. അത് ഇപ്പോഴും അറിയില്ല എന്താണെന്ന്. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു നന്ദി ഹിൽസ്. അവിടെ ഒരു റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ ഫ്ലാറ്റിലെ കഥ ഞാൻ അറിയുന്നത്. ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൂഗിളിൽ ഈ ഫ്ലാറ്റിനെ കുറിച്ച് അന്വേഷിച്ചത്. പക്ഷേ ന്യൂസിൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടതും എനിക്ക് മനസ്സിലായി. ഇവിടെ വേറെയും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന്. TV-യിലൂടെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നീയാണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ നിന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിന്നെ കാണാനെത്തി. പക്ഷേ നീ അറിയാതെ തന്നെ റിപ്പോർട്ട് എന്താണെന്നറിഞ്ഞ ഞാൻ ആ സത്യം ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു. നീ എന്നെ വിളിച്ചത് ഇതിൻ്റെ സഹായത്തിനാണെന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അത് കഴിഞ്ഞ് ആരും അറിയാതെ ഈ ഫ്ലാറ്റിൽ ഞാൻ എത്തിയപ്പോൾ രണ്ടാമത്തെ നിലയിൽ എന്തൊക്കെയുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. ലിഫ്റ്റിൽ ഇവിടെ എത്തിയ ഞാൻ 13-ാം നമ്പർ മുറി തുറന്ന് കിടക്കുന്നത് ശ്രദ്ധിച്ചു കയറിയതും സിദ്ധു ഓരോന്നായി പറയാൻ തുടങ്ങി. പകുതി തുറന്നു കിടന്ന വാതിൽ മെല്ലെ തുറന്ന എൻ്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യമൊന്നും കണ്ടില്ല, പക്ഷേ വീണ്ടും പിന്നിലോട്ട് നോക്കി. ഞാൻ തിരിഞ്ഞതും മുഖത്തേക്ക് ആരോ ശക്തിയായി അടിച്ചു. ഞാൻ അകത്തേക്ക് തെറിച്ചു വീണു. ചുറ്റും നോക്കി, ആരുമില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ വാതിലടഞ്ഞു. ആദ്യം ഞാൻ പേടിച്ചുവെങ്കിലും ധൈര്യമായി എഴുന്നേറ്റുകൊണ്ട് ആ മുറി നിരീക്ഷിച്ചു. ആരും അവിടെ ഉള്ളതുപോലെ തോന്നിയില്ല. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്ന് ഞാൻ എൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് മനസ്സിലാക്കി. അതെ, അതൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവൾ ഏതോ ചിത്രത്തിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയതും അവൾ നിന്ന ഭാഗം ശൂന്യമായിരുന്നു. ഞാൻ കുറേ മുന്നിലെത്തി. ജനലിൻ്റെ അടുത്തെത്തിയതും വീണ്ടും പിന്നിൽ ഒരു കാൽപെരുമാറ്റം പോലെ തോന്നി. തിരിഞ്ഞു നോക്കാൻ പോകുന്നതിന് മുൻപ് ആരോ തോളിൽ പിടിച്ചു. ഞെട്ടി പിന്നിലേക്ക് മാറിയ ഞാൻ ആളുടെ മുഖത്തേക്ക് കൈമുട്ടുകൊണ്ടിടിച്ചു. നിലവിളിയോടെ അയാൾ അലറി നിലത്തേക്ക് വീണു. മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. നിലത്ത് വീണ് കിടക്കുന്ന ഒരു യുവാവ്. ആളുടെ മുഖം ഒരു ഭ്രാന്തനെ പോലെ. അയാളുടെ പിന്നിൽ ഒരു പെൺകുട്ടിയും.
പിന്നെ അയാളെ ഞാൻ ശരിക്കും മർദ്ദിച്ചു. ഒന്നും മിണ്ടാതെ അയാൾ മർദ്ദനം എതിർത്തുകൊണ്ട് നിന്നു. പക്ഷേ ഒടുവിൽ എൻ്റെ മുഷ്ടികൾക്ക് മുൻപിൽ അയാൾ കീഴടങ്ങി. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ നടുങ്ങിപ്പോയി. അതെ, നിങ്ങളെയെല്ലാം പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ ഇവൻ തന്നെയായിരുന്നു. മാത്രമല്ല, ഇവിടെ മരിച്ച പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും കൊന്നത് ഇവൻ തന്നെ. സിദ്ധാർത്ഥ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും. സർ, വീരേന്ദ്രകുമാർ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. ആ വിളി സിദ്ധുവിൽ പുഞ്ചിരി ഉണർത്തി. വേണ്ട സാർ, വിളി വേണ്ട. വീരേന്ദ്ര, നമ്മൾ കൂട്ടുകാരല്ലേ, ആ സ്നേഹം മതി എപ്പോഴും. അത് പറഞ്ഞുകൊണ്ട് സിദ്ധു വീരേന്ദ്രകുമാറിൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു. എന്നിട്ട്, ശരിക്കും ആ പെൺകുട്ടി മരിച്ചത് കൊലപാതകമാണോ? അപ്പോൾ വിഷ്ണു? അതെ വീരേന്ദ്ര, വിഷ്ണുവിൻ്റെ മരണം അത് ഇറ്റ്സ് എ മർഡർ. നടുങ്ങിപ്പോയ വീരേന്ദ്രകുമാർ സിദ്ധുവിനെ നോക്കി. അൺബിലീവബിൾ. ഇതപ്പോൾ ആരാ ഇതിൻ്റെ പിന്നിൽ? ഒരു ആത്മാവാണോ? ഇതുവരെയും ഒന്നും നിനക്ക് മനസ്സിലായില്ലേ വീരേന്ദ്ര? ശരിക്കും ഇതീ കിടക്കുന്നവൻ്റെ കറുത്ത കൈകൾ തന്നെയാണ്. ഞെട്ടലോടെ വീരേന്ദ്രകുമാർ അയാളെ നോക്കി. ഇവനാരാ? ഇവനൊരു മാനസിക രോഗിയാണ്. ഇവൻ്റെ പെരുമാറ്റം തന്നെ അതെനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ സത്യങ്ങളെല്ലാം അവൻ തന്നെ പറഞ്ഞു. അല്ല, ഞാൻ പറയിപ്പിച്ചു. ഇവനറിയാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അതും പറഞ്ഞുകൊണ്ട് സിദ്ധു അയാളെ തൂക്കിയെടുത്തു. പറയടാ, എന്താ ഉണ്ടായത്? എന്നോട് പറഞ്ഞത് മണിമണി പോലെ പറ. അയാളുടെ മുഖം ഭീതി കൊണ്ട് നിഴലിച്ചു. മെല്ലെ അയാൾ പറയാൻ തുടങ്ങി. എൻ്റെ പേര് കിരൺ. ഞാനൊരു പ്രൊഫസറായിരുന്നു. ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ അവളെ കണ്ടത്, എലിസബത്തിനെ. സംശയത്തോടെ അയാളുടെ കഴുത്തിൽ പിടിച്ച സിദ്ധു. അതാരാ എലിസബത്ത്? പറയടാ. അതെൻ്റെ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി. അവളെ എനിക്കിഷ്ടമായിരുന്നു എന്നും. പക്ഷേ അവൾക്ക് ഒരു മകളുണ്ടെന്നും ഭർത്താവ് കുറേ നാളുകൾക്ക് മുൻപ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചെന്നും ഞാൻ മനസ്സിലാക്കി. പക്ഷേ അടങ്ങാത്ത പ്രണയം മൂലം എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ എന്നെ അപമാനിച്ചുകൊണ്ട് അവൾ പോയി. പിന്നെയും അവളെ പിന്തുടർന്നപ്പോൾ എൻ്റെ കവളിൽ അടിച്ചു വീഴ്ത്തി. കോളേജിൽ പ്രൊഫസർ ജോലി അവൾ മൂലം എനിക്ക് നഷ്ടമായി. ആ ദേഷ്യം മൂലം അവൾ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി ഞാൻ ആരും അറിയാതെ ജനൽ കമ്പി വളച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. 13-ാം നമ്പർ മുറിയിലായിരുന്നു അവളും മകളും. മുറിയിൽ കയറി ഞാൻ ശബ്ദം പോലും ഉണ്ടാക്കാത്ത വിധം അവളുടെ അടുത്തെത്തി. പെട്ടെന്ന് എൻ്റെ കൈതട്ടി ഒരു പൂച്ചട്ടി നിലത്ത് വീണു. ഉറങ്ങിക്കിടന്ന അവളും മകളും ചാടി എഴുന്നേറ്റ്. എന്നെ കണ്ട അവർ അലറി നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ മുഖത്തേക്ക് തലയണയമർത്തി ഞാൻ ശ്വാസം മുട്ടിച്ചു. ആ സമയം ആ പെൺകുട്ടി എൻ്റെ നേരെ അലറിക്കൊണ്ടുവന്നു. അവളെ മുഷ്ടി കൊണ്ട് അടിച്ച് നിലത്ത് വീഴ്ത്തി. എലിസബത്തിനോട് എൻ്റെ പ്രണയം ഞാൻ വീണ്ടും പറഞ്ഞു. പക്ഷേ മരണവെപ്രാളത്തിലും അവളത് സമ്മതിച്ചില്ല. ഒടുവിൽ ഞാൻ അവളെ കൊന്നു. മരിച്ചു കിടക്കുന്ന അവളെ കാമഭ്രാന്തനായ ഞാൻ പുണർന്നു. പിന്നെ അവളുടെ മേലുടുപ്പ് വലിച്ചു കീറി. പിന്നെ ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവളുടെ ശരീരം ആസ്വദിച്ചു. ഇതൊക്കെ കണ്ട് അലറിപ്പോയ പെൺകുട്ടി എൻ്റെ പൈശാചിക ഭാവം കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷേ ഞാൻ കയ്യിലെടുത്ത ഒരു ടോർച്ച് കൊണ്ട് അവളുടെ മുഖത്തേക്ക് അടിച്ചു. അലറി വേദന കൊണ്ട് അവൾ നിലത്ത് വീണ് പിടഞ്ഞു. വീണ്ടും ഞാൻ അവളെ അടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ പെൺകുട്ടിയും മരണപ്പെട്ടു. പെട്ടെന്ന് സ്വബോധം വന്ന് ഞാൻ മരിച്ചു കിടക്കുന്ന ഇരുവരെയും നോക്കി അലറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. പിന്നെ അവരുടെ ശരീരം ഫ്ലാറ്റിൻ്റെ മറവിലുള്ള വേസ്റ്റ് കുഴിയിൽ എടുത്തിട്ട് മണ്ണിട്ട് മൂടി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവരുടെ ശരീരം കണ്ടെത്തിക്കഴിഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യം അറിഞ്ഞ് ഞാൻ ആൾമാറാട്ടത്തിലൂടെ ഈ മുറിയിലെത്തി. പിന്നെ പാവക്കുട്ടിയെ വെച്ചുകൊണ്ടും കുറച്ച് മാജിക് ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും എല്ലാവരെയും ഭയപ്പെടുത്തി. തോമസിനെ പേടിപ്പിച്ചതും വിഷ്ണുവിനെ കൊന്നുകളഞ്ഞതുമെല്ലാം ഞാൻ തന്നെയാണ്. എന്തിനാണെന്നോ? എനിക്ക് ഭ്രാന്താണ്. പ്രണയം മൂലം ഭ്രാന്തം പിടിച്ച മനുഷ്യനാണ് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അയാൾ അലറി. ശേഷം എല്ലാവർക്കും നേരെ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് നീട്ടി. അയാളുടെ പെരുമാറ്റം കണ്ട് പോലീസ് പോലും ഭയന്നു. പക്ഷേ പെട്ടെന്ന് റെഡ് ബൾബുകൾ മിന്നാൻ തുടങ്ങി. കാതടപ്പിക്കുന്ന രീതിയിൽ ഇടിയും മിന്നലും.
മെല്ലെ റൂം നമ്പർ 13 വാതിലുകൾ തുറന്നു വന്നു. സിദ്ധു പിടിച്ചുകൊണ്ടിരുന്ന അയാൾ നിമിഷ നേരം കൊണ്ട് അകത്തേക്ക് ആരോ വലിച്ചു കൊണ്ടുപോയതുപോലെ നീങ്ങി. അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച സിദ്ധുവും വീരേന്ദ്രകുമാറും ഫ്ലാറ്റിലെ ആളുകളും ഞെട്ടിവിറച്ചു. അയാളെ കഴുത്തിൽ ഉയർത്തിക്കൊണ്ട് വികൃതമായി ചിരിക്കുന്ന ഒരു പെൺകുട്ടി. അതെ, അതവൾ തന്നെയായിരുന്നു, പ്രതികാരത്തിനെത്തിയ റൂബി. ചിരിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു, നാളുകളായി ഈ ഫ്ലാറ്റിൽ നടന്നത് ആസൂത്രിതമായ ഒരു പ്രേതമാണെങ്കിൽ ഇപ്പോൾ എത്തിയത് യഥാർത്ഥ പ്രേതം തന്നെ. അതെ, ഒരു പ്രതികാരത്തിന് വേണ്ടി. പക്ഷേ എല്ലാവർക്കും ഭീകര സ്വപ്നമായി അവൾ ഇവിടെ ഉണ്ടാവും. ഉടൻ വാതിലടഞ്ഞു. അയ്യോ, ഓപ്പൺ ദ ഡോർ. സിദ്ധു വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തുറന്നില്ല. അകത്തുനിന്ന് നിലവിളിയും അലർച്ചയും മുഴങ്ങി. നിസ്സഹായ അവസ്ഥയോടെ നിന്ന അവർക്ക് മുന്നിൽ വാതിൽ തുറന്നു വന്നു. നിലത്ത് ഒരാൾ വീണ് കിടന്നു. മുഖം മുഴുവൻ രക്തം. ആരോ മാന്തിക്കീറിയ പോലെ പാടുകൾ. മരിച്ചു കിടക്കുന്ന ആൾ ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. ചെയ്ത തെറ്റിന് അയാൾക്ക് അവൾ തന്നെ ശിക്ഷ കൊടുത്തു. അത് പറഞ്ഞുകൊണ്ട് അയാളുടെ ബോഡിയെടുത്ത് എല്ലാവരും പുറത്തേക്ക് നടന്നു. പടിക്കെട്ടുകളിലൂടെ ഓടി താഴെ എത്തിയപ്പോൾ തന്നെ ആംബുലൻസ് അവിടെ എത്തിച്ചേർന്നിരുന്നു. എല്ലായിടത്തും നിശബ്ദത. റെഡ് ബൾബുകൾ വീണ്ടും മിന്നാൻ തുടങ്ങി. റൂം നമ്പർ 13 തുറന്ന വാതിലിൻ്റെ നിലത്ത് ഒരു പുസ്തകം വീണ് കിടന്നു. അതിൻ്റെ പേജുകൾ മറിഞ്ഞു തുടങ്ങി. അതിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന ചിത്രത്തിൽ നിന്നും ഒരു പെൺകുട്ടി അലറിക്കൊണ്ട് മിന്നിമാഞ്ഞു. സമയം രാത്രി 10 മണി. നേരത്തെ തന്നെ ഫ്ലാറ്റിലെ ഒട്ടുമിക്ക ആളുകളും ഉറങ്ങിക്കഴിഞ്ഞു. മഴയുള്ള ആ രാത്രി ഭീതിപ്പെടുത്തുന്ന വിധം എവിടെ നിന്നൊക്കെയോ കൂമൻ്റെയും നായ്ക്കളുടെയും ഓരിയിടലുകളും ശക്തമായി. രാത്രിയുടെ മനോഹാരിതയിൽ കുളിച്ചു നിൽക്കുന്ന ബാംഗ്ലൂർ നഗരം. മിക്കയിടത്തും വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ പ്രകാശം. പക്ഷേ എല്ലാത്തിനും വിപരീതമായ പോലെ വിജനമായ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഫ്ലാറ്റിൻ്റെ 2ാം നിലയിലെ റൂം നമ്പർ 13 മാത്രം പ്രകാശം കാണുന്നുണ്ട്. ബാക്കിയെല്ലായിടത്തും പേടിപ്പെടുത്തുന്ന പോലെ ഇരുട്ട്. മുകളിലെ ആ മുറിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ മുഴങ്ങുന്ന പോലെ. 2ാമത്തെ നിലയിലെ ആ മുറിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതെ, നമ്മുടെ സിദ്ധാർത്ഥാണ് ആ മുറിയിലുള്ളത്. വലിച്ചു വാരിയിട്ട പോലെ കിടന്ന മുറിയിലെ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം അടുക്കിപ്പെറുക്കി വയ്ക്കുന്നു. ഭിത്തിയിൽ തൂക്കിയിട്ട പല ചിത്രങ്ങളും അദ്ദേഹം തുടച്ചു. കയ്യിലിരുന്ന ഒരു വെള്ളത്തുണി എടുത്തുകൊണ്ട് അദ്ദേഹം റൂബിയുടെ ചിത്രത്തിൽ അമർത്തി. അവിടെ പകുതിയും പൊടി പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു ചെറിയ ചിത്രം താഴേക്കിളകി വീണു. സിദ്ധാർത്ഥ് മെല്ലെ അത് കൈകളിലേക്കെടുത്തു. സൂക്ഷിച്ചു നോക്കി. അതൊരു പാവക്കുട്ടിയുടെ ചിത്രമാണ്. പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ അവൻ പിയാനോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ വെച്ചിരിക്കുന്ന ഒരു കൊച്ചു പാവ. അതെടുക്കാൻ അവൻ പയ്യെ കൈകൾ നീട്ടി. പെട്ടെന്നത് അപ്രത്യക്ഷമായി. സിദ്ധുവിൻ്റെ ഉള്ളിൽ ചെറിയ ഭയം നിഴലിച്ചു. അവൻ കയ്യിലിരിക്കുന്ന ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതിലെ ആ പാവക്കുട്ടിയുടെ കണ്ണുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. പെട്ടെന്ന് മുകളിൽ എന്തോ ശബ്ദം കേട്ടവൻ നോക്കി. ആരോ മുകളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു തോന്നൽ. ഉടനെ തന്നെ അവൻ ഞെട്ടിപ്പോയി. കയ്യിലെ ആ ചിത്രം കാണാനില്ല. കട്ടിലിൻ്റെ അടിയിലും അവിടെയെല്ലാം സിദ്ധാർത്ഥ് വെപ്രാളത്തോടെ നോക്കി. പെട്ടെന്ന് ആ ചിത്രം പുസ്തകത്തിൻ്റെ അടുത്തിരിക്കുന്നതായി അവൻ കണ്ടു. അതിൻ്റെ പേജുകൾ തുറന്നു കിടന്നിരുന്നു. അതിൽ 2ാമതായി ഒരു ചിത്രം ഇരിക്കുന്നു. സിദ്ധുവിൻ്റെ മനസ്സിൽ ചെറിയ സംശയങ്ങൾ ഉടലെടുത്തു. അവൻ ക്യാമറ എടുത്ത് നോക്കി. അതിൽ പുസ്തകത്തിലുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചിത്രം അവൻ സൂം ചെയ്ത് നോക്കി. അതിലൊരു അമ്മയും മകളും. മകളുടെ കയ്യിലൊരു പാവക്കുട്ടി. പെട്ടെന്ന് തന്നെ സിദ്ധു ആ പുസ്തകം തുറന്നു നോക്കി. അതിൽ ആദ്യ പേജിൽ തന്നെ ആ ചിത്രം. പക്ഷേ അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിലെ പാവ ആ പുസ്തകത്തിലെ ചിത്രത്തിലുണ്ടായിരുന്നില്ല. അവൻ കണ്ണുകൾ ചിമ്മി നോക്കി. പക്ഷേ വീണ്ടും അതേപോലെ തന്നെ. അവൻ ക്യാമറ എടുക്കാൻ തുനിഞ്ഞതും കറണ്ട് പോയി. മുറിയാകെ അന്ധകാരം മാത്രം. സിദ്ധു അവൻ്റെ മൊബൈലെടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്ത് ബാത്റൂമിൽ കയറി. മെല്ലെ ആ മുറിയുടെ വാതിൽ അടഞ്ഞു. ബാത്റൂമിൽ കയറി സിദ്ധു അതിൻ്റെ വാതിൽ മുറുക്കെ അടച്ചു. പക്ഷേ അവൻ അറിഞ്ഞില്ല അതിൻ്റെ പുറത്ത് അവനെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന്. മുഖം കഴുകാൻ സിദ്ധു വാഷ് ബേസിനിലെ ടാപ്പ് തുറന്നു.
കണ്ണാടിയിലേക്ക് നോക്കി, മുഖം കഴുകി. വീണ്ടും വെള്ളം കയ്യിലെടുത്ത് കണ്ണാടിയിലേക്ക് നോക്കിയ അവൻ ഞെട്ടിപ്പോയി. തൻ്റെ പ്രതിബിംബത്തിന് പകരം അവിടെ ഒരു പെൺകുട്ടിയുടെ രൂപം. ഞെട്ടിപ്പോയ അവൻ പിന്നിലേക്ക് മാറി. വീണ്ടും അടുത്തു ചെന്ന് നോക്കി. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം തൻ്റെ തോന്നലായിരിക്കുമെന്ന് വെച്ചുകൊണ്ട് അവനൊന്ന് ഫ്രഷായി. കുറച്ചു സമയം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ അവൻ വാതിലിൻ്റെ അടുത്ത് ആരോ ഉള്ളതുപോലെ തോന്നി. ഫ്ലാഷ് അടിച്ച് നോക്കി. പക്ഷേ അവിടം ശൂന്യമായിരുന്നു. പെട്ടെന്ന് കരണ്ട് വന്നു. വേഗം തന്നെ അവൻ ഒന്ന് റെഡിയായ ശേഷം വീരേന്ദ്രകുമാറിനെ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പക്ഷേ വാതിലാരോ ലോക്ക് ചെയ്ത പോലെ. അവൻ അമർത്തി പിടിച്ചു. ഒടുവിൽ അത് തുറന്നു. മൊബൈലെടുത്ത് പുറത്തേക്കിറങ്ങി. മുറി ലോക്ക് ചെയ്തു. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല ആ പെൺകുട്ടിയുടെ സാമീപ്യം ആ മുറിയിലുണ്ടെന്ന്. ലിഫ്റ്റിൽ താഴേക്കിറങ്ങിയ സിദ്ധു മാനേജറുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും ഉറക്കത്തിലായിരുന്നുവെങ്കിലും ഒരാൾ മാത്രം ഉറങ്ങാതെ കിടന്നു. എക്സ്ക്യൂസ് മീ. മൊബൈലിൽ നോക്കിയിരുന്ന അതിലൊരാൾ പെട്ടെന്ന് എഴുന്നേറ്റു. സാർ, ഞാനൊന്ന് പുറത്തേക്ക് പോകുവാണ് വീരേന്ദ്രകുമാറിനെ മീറ്റ് ചെയ്യാൻ. പക്ഷേ സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി. എന്തു പറ്റി? സാർ, ഈ സമയം പോകുന്നത് ശരിയല്ല. സാറിനെല്ലാം അറിയുമല്ലോ. എന്നാലും അതിനെന്താ? എന്നാലും സാർ അറിയാമല്ലോ, ഇന്ന് വെള്ളിയാഴ്ച കൂടിയല്ലേ. അതാണോ കാര്യം? പേടിക്കണ്ട, ഞാൻ പോയിട്ട് അധികം വൈകില്ല. ഫോണിലൂടെ പറയാൻ പറ്റാത്ത ഒരു കാര്യം അവനോട് പറയാനാണ്. സാർ, എന്നാലും താങ്കൾ ഒറ്റയ്ക്കെങ്ങനെ? വേണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. അത് കേട്ടപ്പോൾ പുഞ്ചിരിയോടെ സിദ്ധു പറഞ്ഞു, സാരമില്ല, നിങ്ങൾ പേടിക്കാതെ, എനിക്കൊന്നും വരില്ല. അധികം സമയം കളയാതെ സിദ്ധു പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ ഫ്ലാറ്റ് കടന്ന് പുറത്തേക്ക് പോയി. സെക്യൂരിറ്റിമാരും മാനേജരും അദ്ദേഹത്തെ നോക്കി നിന്നു. പക്ഷേ രണ്ടാം നിലയിലെ ആ മുറിയുടെ ജാലകത്തിൻ്റെ അടുത്ത് ഒരു രൂപം മാഞ്ഞു പോയതുപോലെ ആരും അറിഞ്ഞില്ല. ബാംഗ്ലൂർ സിറ്റിയിലെത്തിയ സിദ്ധു കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. മൊബൈൽ എടുത്തു. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. മൊബൈൽ ഫോണിൽ രക്തം പോലെ. അവനൊരു തുണിയെടുത്ത് തുടയ്ക്കാൻ വന്നതും അത് തോന്നലാണെന്ന് മനസ്സിലായി. പേടിയോടെ അവൻ മൊബൈലിൽ വീരേന്ദ്രകുമാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് വീരേന്ദ്രകുമാർ എഴുന്നേറ്റു. കോൾ നോക്കി. സിദ്ധുവാണ്. അവൻ പതിവില്ലാതെ ഈ സമയം വിളിക്കുന്നത് മനസ്സിലാകാതെ വീരേന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ വീരേന്ദ്ര. സിദ്ധു, എന്താ ഈ നേരത്ത്? എടാ സോറി, നിന്റെ ഉറക്കം കളഞ്ഞെങ്കിൽ. ഹേയ്, സാരമില്ലടാ, ഞാൻ ഉറക്കമൊന്നുമല്ലായിരുന്നു, ലാപ്പിൽ വർക്കിലായിരുന്നു. ബിസിയാണോ? അല്ലടാ, നീ പറഞ്ഞോ, എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായി കാണും. ഓക്കെ, എവിടെ ഇപ്പം നീ ഉള്ളത്? സിറ്റി ജംഗ്ഷനിൽ വാ, ഞാൻ അവിടെ ഒരു പാർക്കിൻ്റെ അടുത്തുണ്ട്. ഓക്കേടാ, ഇപ്പോൾ വരാം, വെയിറ്റ്. കോൾ കട്ട് ചെയ്ത ശേഷം സിദ്ധു കാർ സ്റ്റാർട്ട് ചെയ്ത് ഒരു പാർക്കിൻ്റെ അടുത്ത് നിർത്തി. ശേഷം അവൻ പുറത്തേക്കിറങ്ങി. വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് സമയത്തിനുള്ളിൽ വീരേന്ദ്രകുമാർ എത്തി. കാർ പാർക്ക് ചെയ്ത ശേഷം അദ്ദേഹം സിദ്ധുവിൻ്റെ അടുത്ത് വന്ന് നിന്നു. പറയടാ, എന്ത് പറ്റി? നീ കാറിലേക്ക് കയറി, പറയാം. കാറിലേക്ക് വീരേന്ദ്രകുമാർ കയറി. വീരേന്ദ്രകുമാർ സിദ്ധുവിനെ നോക്കി. അവൻ വല്ലാതെ വിയർക്കുന്നുണ്ട്. സിദ്ധു, എന്താ പറ്റി? ഒരു നെടുവീർപ്പോടെ സിദ്ധു മൊബൈൽ ഫോണിലെ ആ ചിത്രങ്ങൾ കാണിച്ചു. അത് ആ പുസ്തകത്തിലെ ചിത്രങ്ങളായിരുന്നു. പിന്നെ താൻ നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടിരിക്കുന്ന വീരേന്ദ്രകുമാർ, ശരിക്കും ആ പെൺകുട്ടിയെ നീ കണ്ടോ? എനിക്കറിയില്ലടാ, മനസ്സിലുണ്ടായിരുന്ന ധൈര്യമെല്ലാം പോയി. എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്നായിരുന്നു അപ്പോഴെല്ലാം എനിക്ക്. ഒന്ന് ചിന്തിച്ച ശേഷം സിദ്ധു തുടർന്നു. വീരേന്ദ്ര, ഒരു ചെറിയ ഭയം ഇപ്പോഴുമുണ്ട്. ഇനി ആ പെൺകുട്ടിക്ക് എല്ലാവരോടും ദേഷ്യമുണ്ടാകുമോ ആ മുറിയിൽ താമസിക്കുന്നതിന്? ശരിക്കും അതൊരു ആത്മാവല്ലേ സിദ്ധു, അതും ഒരു കൊച്ചു പെൺകുട്ടി. എടാ, എനിക്കറിയാം, പക്ഷേ ആ മുറിയിൽ അവളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഉറപ്പാണ് ആർക്കും അവിടെ താമസിക്കാൻ സാധിക്കില്ല. സിദ്ധു, നീ പേടിക്കാതെ. നീ ഒരു പ്രേത ഇൻവെസ്റ്റിഗേറ്റർ കൂടിയല്ലേ. ആ നിനക്ക് ഇങ്ങനെ പേടി വന്നാൽ? അതൊക്കെയാണ്, പക്ഷേ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ആത്മാവ് വ്യത്യസ്തമാണ്. സിദ്ധുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വീരേന്ദ്രകുമാർ പറഞ്ഞു. ആ ഫ്ലാറ്റിലുള്ള സെക്യൂരിറ്റി ഉൾപ്പെടെ മാനേജർമാരെല്ലാം നിന്നെ ആശ്രയിച്ചാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്.
നീ ആ ആത്മാവിനെ ഒഴിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിൽ. പെട്ടെന്ന് കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് സിദ്ധു ശ്വാസമെടുത്തു. എന്നിട്ട് വീരേന്ദ്രന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപാട് നന്ദി ചങ്ങാതി. ഇപ്പോഴെനിക്ക് പേടിയില്ല. അല്ല, ആ പേടി എന്നിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോയ പോലെ. ഇനി എൻ്റെ കർത്തവ്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. അതെ, ആ ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ. വാശിയോടെ ധൈര്യത്തോടെ പറയുന്ന സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വീരേന്ദ്രകുമാർ പറഞ്ഞു, വെൽ ഡൺ ഡിയർ. എന്നോട് നന്ദിയൊന്നും പറയണ്ട. കാരണം നിന്റെ മനസ്സ് തന്നെയാണ് ചോർന്നു പോയ നിന്റെ ധൈര്യം വീണ്ടും കൊണ്ടുതന്നത്. നിന്റെ മനസ്സിനോടും ഈശ്വരനോടും നീ നന്ദി പറയും. പുഞ്ചിരി തൂകി സിദ്ധു വീരേന്ദ്രകുമാറിനെ പുണർന്നു. എൻ്റെ ആ ഈശ്വരൻ നീ തന്നെയാണ് ചങ്ങാതി. ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ വേഗത്തിൽ അവിടെ എത്താനുള്ള ശ്രമത്തിലായിരുന്നു. തൻ്റെ കൂട്ടുകാരനിൽ നിന്ന് ലഭിച്ച ആ എനർജി അവൻ്റെ കൈകളിൽ ശക്തി വർദ്ധിപ്പിച്ചു. വേഗം തന്നെ സിറ്റി കടന്നുകൊണ്ട് അവൻ ഫ്ലാറ്റിലേക്ക് എത്തിച്ചേർന്നു. കാർ നിർത്തുമ്പോൾ സിദ്ധു അമ്പരന്ന് പോയി. ആളുകളെല്ലാം അടുത്ത് തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. ഡോർ തുറന്നിറങ്ങിയ അവൻ എല്ലാവരോടുമായി കാര്യം അന്വേഷിച്ചു. സാർ, ആ റൂമിൽ. പക്ഷേ ആരും അത് മുഴുവിപ്പിച്ചില്ല. വേഗം തന്നെ സിദ്ധു പടിക്കെട്ടുകൾ ചാടിക്കേറി. രണ്ടാം നിലയിൽ എല്ലാവരും പേടിച്ചു വിറച്ച് നിൽക്കുന്നു. ചിലർ വെള്ളമെടുത്ത് ഒഴിക്കുന്ന പോലെ. ഓടിയെത്തിയ സിദ്ധു ഞെട്ടിപ്പോയി. ആ മുറിയാകെ തീ പടർന്നു. അവൻ താഴെ നിന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്ന് ഒഴിച്ചത് അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വർദ്ധിച്ചു തന്നെ നിന്നു. സിദ്ധു അതിലേക്ക് ചാടിക്കേറി. ഉടനെ വാതിലടഞ്ഞു. പുറത്തു നിൽക്കുന്ന എല്ലാവരും കഥകൾ തട്ടി നിലവിളിക്കാൻ തുടങ്ങി. അകത്തെത്തിയ സിദ്ധു വീണ്ടും അമ്പരന്ന് പോയി. ഇപ്പോൾ തീ പോയിട്ട് തീപ്പൊരി പോലുമില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പിന്നിൽ നിൽക്കുന്നു. വികൃതമായി തന്നെ നോക്കുന്ന അവളെ അവൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ, റൂബി. സിദ്ധു അവൾക്ക് നേരെ ഒരു പൂച്ചട്ടിയെടുത്തെറിഞ്ഞു. അത് കതകിലടിച്ച് പൊട്ടിച്ചിത്തറി. പക്ഷേ പെൺകുട്ടിയുടെ സ്ഥാനം ശൂന്യം. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 2 മണി കഴിഞ്ഞു. 3-ാം യാമം. അത് വന്നാൽ പിന്നെ തനിക്ക് രക്ഷയില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സമയം ഒട്ടും തന്നെ കളയണ്ട എന്ന് മനസ്സിലാക്കിയ അവൻ ആ പുസ്തകം എടുത്തു. പിന്നെ ക്യാമറ ഓണാക്കി ഓരോ ചിത്രങ്ങളും പരിശോധിച്ചു. പല ചിത്രങ്ങളിലും ആ മുറിയിലുള്ള ഓരോ സാധനങ്ങളുണ്ടായിരുന്നു. അവൻ ഒരു കാര്യം ഉടൻ മനസ്സിലാക്കി. ആ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ ആ ആത്മാവ് പൂർണ്ണമായും ഒഴിഞ്ഞു പോകുമെന്ന്. വേഗം തന്നെ അവനവൻ്റെ ഗോസ്റ്റ് ഡിറ്റക്ടർ പോലെയുള്ള ഉപകരണങ്ങൾ പുറത്തെടുത്ത് വെച്ചു. ഉടൻ കരണ്ട് പോയി. കാതടപ്പിക്കുന്ന രീതിയിൽ ഇടിമുഴങ്ങി. പുറത്തുള്ളവരുടെ ആക്രോശവും ബഹളവും അവൻ ശ്രദ്ധിച്ചില്ല. ഗോസ്റ്റ് ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അവൻ ലാപ്പ് എടുത്തു. പണ്ട് താൻ ചെയ്ത ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ അവൻ മനസ്സിലാക്കി. അതേ വിദ്യ ഇവിടെയും പ്രയോഗിച്ചു. ഡിറ്റക്ടർ പെട്ടെന്ന് ശബ്ദിച്ചു. പ്രത്യേകമായ ഓരോ ശബ്ദങ്ങൾ അവൻ കേട്ടു. അവൻ ഇയർഫോണെല്ലാം ഊരി മാറ്റിയ ശേഷം ആത്മാവുമായി സംവാദിക്കാൻ തുടങ്ങി. ഹു ആർ യു? പെട്ടെന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് എവിടെ നിന്നോ ആരോ ശബ്ദിക്കുന്ന പോലെ. ഐ ആം റൂബി. പേടിയില്ലാതെ അവൻ ചോദിച്ചു. വാട്ട് യു വാണ്ട്? പക്ഷേ അതിന് ഉത്തരം വന്നില്ല. അവൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ഐ വാണ്ട് ടു സീ മൈ മോം. അവൻ ആ പുസ്തകമെടുത്ത് അതിലെ ഒരു പേജ് എടുത്ത് നിവർത്തി. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അവൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് മിന്നൽ പ്രകാശം പോലെ ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. മോം, മൈ മോം ലവ് യു. ആ പെൺകുട്ടി ആ പേജിലേക്ക് കൈ ഉയർത്തി. പക്ഷേ സിദ്ധു അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഉടൻ അവളുടെ മുഖം കോപത്തോടെ ജ്വലിച്ചു. ടു ലീവ് ഇറ്റ്? അലമുറയോടെ അവൾ. നോ, ഐ ഡോണ്ട്. സിദ്ധുവിൻ്റെ മുഖവും കോപത്തോടെ മാറി. ഹേയ്, ഐ കമാൻഡ് യു, ലീവ് ദിസ് പ്ലേസ്. പെട്ടെന്ന് ആ പെൺകുട്ടി വികൃതമായി ചിരിച്ചുകൊണ്ട് കൈ അവന് നേരെ നീട്ടി. അടർന്നു പോകുന്ന മാംസമുള്ള ആ കൈകൾ അവൻ്റെ മുഖത്തിന് നേരെ വന്നു. വല്ലാത്ത ഒരു ദുർഗന്ധം അവിടമാകെ പരന്നു. സിദ്ധു മുഖം പൊത്തിക്കൊണ്ട് കയ്യിലിരുന്ന ആ ചിത്രമെടുത്ത് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ആ പെൺകുട്ടി അതിലേക്ക് ഞെട്ടലോടെ നോക്കിക്കൊണ്ടലറി. സിദ്ധു അതിനൊപ്പം ആ പാവയെയും കയ്യിലെടുത്തു. ആ ചിത്രം വലിച്ചു കീറി. ഉടൻ ആ പുസ്തകത്തിൻ്റെ പേജുകൾ ആരോ കീറി വലിച്ചെറിയുന്ന പോലെ. പിന്നെ അവൻ ആ പാവയെ ചെറിയ കത്തി കൊണ്ട് കുത്തി.
ആ പെൺകുട്ടി അവൾക്ക് നേരെ കുത്തേറ്റ പോലെ പിടഞ്ഞു. സിദ്ധു ആ പാവയുടെ കഴുത്തിലേക്ക് കത്തി അമർത്തി. ഉടൻ തന്നെ ആ പെൺകുട്ടി കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും അലറി. അവസാനമായി അവനതിൻ്റെ കൈയും കാലും എല്ലാം മുറിച്ചു മാറ്റി. സിദ്ധുവിനെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ കൈയും കാലും എല്ലാം അടർന്നു മാറി. ഒടുവിൽ അവൻ തലയും അടർത്തി മാറ്റി. അവളുടെ തലയും വേർപെട്ടു പോയി. മോം. പക്ഷേ സിദ്ധുവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ രൂപം വീണ്ടും ഒന്നായി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകം അവൻ്റെ നേരെ കത്തിമുന പോലെ വരുന്നു. സിദ്ധു എഴുന്നേറ്റുകൊണ്ട് പിന്മാറി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ്റെ നേരെ ആ പെൺകുട്ടിയുടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. സമയം ഇപ്പോൾ 2:30. സിദ്ധു ആ പുസ്തകം വലിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കയ്യിലെ ആ പാവയുടെ ചിത്രവും എല്ലാം ചേർത്ത് വെച്ചു. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ നിലത്ത് എറിഞ്ഞുടച്ചുകൊണ്ട് അവൻ അതെല്ലാം ആ പുസ്തകത്തിൻ്റെ നേരെ എറിഞ്ഞു. പിന്നെ ആ പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് നോക്കി. അവളുടെ മുഖം ഭയന്ന പോലെ. സിദ്ധു കട്ടിലിൻ്റെ കീഴിലിരിക്കുന്ന പെട്രോൾ കുപ്പി എടുത്തു. ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് അതിലേക്കെല്ലാം ഒഴിച്ചു. പിന്നെ തീപ്പെട്ടി ഉരച്ചുകൊണ്ട് അവളെ നോക്കി അവസാനമായി ചോദിച്ചു, റൂബി, ഐ കമാൻഡ് യു അഗെയിൻ ആൻഡ് അഗെയിൻ, പ്ലീസ് ലീവ് ദിസ് പ്ലേസ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ്, ഐ ആം സ്റ്റിൽ അലൈവ് ഇൻ ദിസ് റൂം, പ്ലീസ് ഡോണ്ട് ലെറ്റ് മീ ഗോ. പക്ഷേ സിദ്ധു ആ അഭ്യർത്ഥനയൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. തീപ്പെട്ടി ഉരച്ച് ആ വസ്തുക്കളിലേക്ക് എറിഞ്ഞു. പിന്നെ അവൻ കതക് തള്ളി തുറന്ന് പുറത്തേക്കിറങ്ങി. വലിയ ശബ്ദത്തോടെ എല്ലാം പൊട്ടിത്തെറിച്ചു. പുകയുടെ വ്യാപ്തി വർദ്ധിച്ചതുകൊണ്ട് എല്ലാവരും ആ മുറിയിലേക്ക് ചെന്നില്ല. ഏതോ ഒരു പെൺകുട്ടി നിലവിളിക്കുന്നത് അവൻ ആ പുകയുടെ മറയിലും കേട്ടു. സിദ്ധുമല്ലേ അകത്തേക്ക് കയറി. മുറി മൊത്തം കത്തിപ്പടർന്നിട്ടില്ല. പിയാനോ ഉൾപ്പെടെ കുറച്ച് സാധനങ്ങൾ എങ്ങനെയോ അവിടെ സുരക്ഷിതമായുണ്ട്. പക്ഷേ ആ പുസ്തകം ഉൾപ്പെടെ എല്ലാം കത്തിച്ചാമ്പലായി മാറി. സിദ്ധു ഭിത്തിയിൽ നോക്കി. താൻ എല്ലാ ചിത്രങ്ങളും ഇളക്കി മാറ്റി കത്തിച്ചു. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രം ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്നു. ഒരു അമ്മയും മകളും കൈകോർത്തുകൊണ്ട് നടക്കുന്ന ചിത്രം. പെട്ടെന്ന് സിദ്ധുവിൻ്റെ മുന്നിലൂടെ 2 വെളുത്ത രൂപങ്ങൾ മിന്നിമറഞ്ഞു. അത്ഭുതമായ ഒരു കാഴ്ചയായിരുന്നു അത്. ആ രൂപങ്ങൾ ആ ചിത്രത്തിലേക്ക് ചേർന്ന് പോയി. അതെ, അത് റൂബി എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയുമായിരുന്നു. മെല്ലെ മെല്ലെ സിദ്ധുവിൻ്റെ കാഴ്ചകൾ മറച്ചുകൊണ്ട് ആ ചിത്രം അപ്രത്യക്ഷമായി. ആ മുറി ലോക്ക് ചെയ്ത് എല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി സിദ്ധു നടന്നു. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്ലാറ്റിലെ ആളുകളും മാനേജർമാരും സെക്യൂരിറ്റിമാരും പുഞ്ചിരിയോടെ നിന്നു. വീരേന്ദ്രകുമാറിനെ പുണർന്നുകൊണ്ട് എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. കാർ ഫ്ലാറ്റിൽ നിന്നും അകന്നു പോയി. സിദ്ധു കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി ഫ്ലാറ്റിലെ ആ 2ാമത്തെ നിലയിലേക്ക് നോക്കി. ജാലകത്തിൻ്റെ അവിടെ ആരോ അവനെ നോക്കി യാത്ര പറയുന്ന പോലെ അവന് തോന്നി. പിന്നെ ഗ്ലാസ് ഉയർത്തി അവൻ സീറ്റിലേക്ക് ചാഞ്ഞു, ഒരു പുഞ്ചിരിയോടെ. പക്ഷേ അകത്ത് ആ റൂം നമ്പർ 13 നിശബ്ദമായ പിയാനോയിൽ നിന്ന് സംഗീതം ഒഴുകാൻ തുടങ്ങിയിരുന്നു.